എനിക്ക് ഇങ്ങനെ ആക്കാനേ പറ്റുന്നുള്ളൂ. എനിക്ക് മേ ബി ടെക്നിക്കലി അത്ര എനിക്ക് ആ സാധനത്തിന് അറിയില്ല എന്ന് തോന്നുന്നു. കുഴപ്പമില്ല മാമ, എന്നാ മാമ ഇരുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ. മാം മേളിൽ നിന്ന് സ്ക്രോൾ ചെയ്യുമ്പം സ്ക്രീൻ റൊട്ടേറ്റ് ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്തായിരുന്നോ? ഇല്ല. അതൊന്ന് ചെയ്യും മാം. മേളിൽ നിന്ന് സ്ക്രോൾ ചെയ്ത് താഴെ കൊണ്ടുവരുമ്പം സ്ക്രീൻ റൊട്ടേറ്റ്, ഓട്ടോ റൊട്ടേറ്റ് എന്ന് പറയുന്നത് ഓഫ് ആയിരിക്കും. അതൊന്ന് ഓൺ ആക്കുക ആദ്യം. ഓക്കെ. ഓട്ടോ റൊട്ടേറ്റ് അല്ലേ? അതെ അതെ അതെ. അതെ. കാണുന്നുണ്ടോ അങ്ങനെ ഒരു സെറ്റിംഗ്? കാണുന്നില്ല. ഞാൻ സെറ്റിംഗ്സിലൊന്ന് പോയി നോക്കട്ടെ. മീറ്റിംഗ് സെറ്റിംഗ്സിലുണ്ടോ? സാധാരണ നമ്മുടെ ഈ ആൻഡ്രോയിഡിൽ മേളിൽ നിന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ വരുന്ന ഒരു ഡീഫോൾട്ട് സെറ്റിംഗ് ആയിരിക്കും മാം. ബ്ലൂടൂത്ത്, വൈഫൈ, മൊബൈൽ ഡേറ്റ, അതിന്റെ ഒക്കെ അടുത്തൊരു ഓട്ടോ റൊട്ടേറ്റ് ഓഫ് ഓൺ എന്ന ഓപ്ഷൻ കാണും. ഓട്ടോ റൊട്ടേറ്റ്. എന്റെ ഇതിൽ അത് കാണുന്നില്ല. സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യൂ, ചിലപ്പോൾ 2-3 പേജ് കാണും അവിടെ. ഇല്ല. ഇല്ലെങ്കിൽ പിന്നെ ഡിസ്പ്ലേയിൽ പോകും മാം. സെറ്റിംഗ്സിൽ ഡിസ്പ്ലേ പോവുക. ഫൈൻ. അത് നോക്കാം. ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ പോകുമ്പം അവിടെ അതർ ഡിസ്പ്ലേ കൺട്രോൾസ് എന്ന് ചിലപ്പോൾ കാണിക്കാം. അല്ലെങ്കിൽ ഓട്ടോ റൊട്ടേറ്റ് സ്ക്രീൻ ഓപ്ഷൻ ഓൺ ഓഫ് കാണും അവിടെ. ഒരു സ്ക്രീൻ മോഡ് ഉണ്ട്, നോക്കാം. ഓക്കെ. അതിൽ കയറുമ്പോ എന്താ കാണിക്കുന്നത്? അല്ല, അത് വിവിഡും നാച്ചുറലും ആണ്. അല്ല, സ്ക്രീൻ മോഡ് അല്ല. അപ്പം കുഴപ്പമില്ല മാമ, ആദ്യം ഇരുന്ന പോലെ തന്നെ വെച്ചാൽ മതി, എന്നാ പ്രശ്നമില്ല. ഇതൊരു ഇൻഡിവിജ്വൽ സെറ്റ് ഒരു ഓപ്ഷൻ ആണ്. ഓട്ടോ റൊട്ടേറ്റ് സ്ക്രീൻ എന്ന് തന്നെ കാണിക്കും. അത് എവിടെയെങ്കിലും കാണും. അതെ അതെ. ഇപ്പൊ ധൃതി പിടിച്ച് നോക്കിയിട്ടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല മാമ. ഇപ്പൊ അറ്റ് പ്രസന്റ് ഇരിക്കുന്നത് പോലെ ഒന്ന് വെച്ചാൽ ഇപ്പൊ നോക്കട്ടെ വീഡിയോ. ചെയ്യാം. ഓക്കെ മാം. അപ്പൊ നമുക്ക് രശ്മി മാം ഓക്കെ അല്ലേ? ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ഗുഡ് ഈവനിങ് ടു ഓൾ. എല്ലാവർക്കും ട്രാൻസ്ഫർ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാ വ്യാഴാഴ്ചയും T2Xന്റെ ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇന്നത്തെ 15ാമത്തെ നമ്മുടെ ഫ്രീ ട്രാൻസ്ഫർ ഗ്രൂപ്പിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് പാനൽ ഡിസ്കഷൻ. ഈ പ്രോഗ്രാം ലീഡ് ചെയ്യുന്നത് നമ്മുടെ ട്രാൻസ്ഫർ ഗ്രൂപ്പിൻ്റെ മെമ്പറായ രശ്മി മാമാണ്. മാം ഒരു സൈക്കോളജിസ്റ്റാണ്, ക്ലിനിക്കൽ കൗൺസിലറാണ്. മാമിനെ ഹൃദയപൂർവ്വം ഈ വേദിയിൽ ലീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു റസാഖ് സർ. ഗുഡ് ഈവനിങ് എവരി വൺ. റസാഖ് സാർ പറഞ്ഞു ട്രാൻസ്ഫർ ഗ്രൂപ്പ് എല്ലാ വ്യാഴാഴ്ചകളും ഫ്രീ വെബിനാർ നടത്തി വരുന്നുണ്ട്. സോ ട്രാൻസ്ഫർ ഗ്രൂപ്പിന്റെ ഫ്രീ വീക്കിലി വെബിനാറിന്റെ 15ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാറ് പറഞ്ഞു ഞാൻ രശ്മി, സ്ഥലം ബാംഗ്ലൂർ ആണ്. ഞങ്ങൾ ട്രാൻസ്ഫർ എന്നത് 15 പേരുടെ ഒരു കൂട്ടായ്മയാണ്. സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8 മണിക്ക് നിങ്ങളുമായി അറിവും അനുഭവങ്ങളും പങ്കുവെക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ ഓരോ ആഴ്ചയിലും വ്യത്യസ്തമായ ടോപ്പിക്കുകളുമായിട്ടാണ് വരുന്നത്. ഇന്ന് എപ്പിസോഡ് 15. ഇതുവരെ ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാവർക്കും നന്ദി. അതോടൊപ്പം തന്നെ ഇന്ന് പുതുതായി ജോയിൻ ചെയ്തവർക്ക് ഈ ഗ്രൂപ്പിലേക്ക് സ്വാഗതവും ആശംസിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഡിജിറ്റൽ വേൾഡിലാണ്. എല്ലാ കാര്യങ്ങളിലും ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിവേഗം ബഹുദൂരമാണ് നമ്മുടെ തലമുറ എന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടു വളർന്ന പാടത്തും പറമ്പിലും കണ്ടു വളർന്ന കുട്ടികളല്ല ഇന്ന് നമ്മൾ കാണുന്നത്. ഫുൾ ടൈം മൊബൈലിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ അഡിക്റ്റഡ് ആയിട്ട് കുറെ കുട്ടികളുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു പ്രതിഭാസം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ ഡിജിറ്റൽ വേൾഡിലെ അല്ലെങ്കിൽ ഡിജിറ്റൽ യുഗത്തിൽ
മാതാപിതാക്കൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്ക് എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ച് നമുക്കൊരു പാനൽ ഡിസ്കഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ പാനൽ ഡിസ്കഷന് 3 ഗസ്റ്റാണ് നമുക്ക് ഇവിടെ ഉള്ളത്. നമുക്ക് പാനൽ ഡിസ്കഷനായിട്ട് വന്നിരുന്ന ഗസ്റ്റ് ഒന്ന് ശ്രീമതി ആയിഷ സൈബുൾ, ശ്രീമതി ഇഷ ഇസ്മായിൽ, ശ്രീ അനസ് ബിൻ സബീന. 3 പേരെയും നമുക്ക് ഓരോരുത്തരെയും ടേണുകൾ പരിചയപ്പെടാവുന്നതാണ്. വിശദമായി പരിചയപ്പെടാം. ഞാൻ പറഞ്ഞു, ഇന്നത്തെ പാനൽ ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് ബ്രേക്ക്ഔട്ട് റൂം ഉണ്ട്. പാനൽ ഡിസ്കഷൻ ഓരോ പാനലിസ്റ്റും നമ്മളോട് 10 മിനിറ്റ് വീതം അവർക്ക് കൊടുത്തിരുന്ന സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നു. അതിനുശേഷം ഈ 30 മിനിറ്റിന് ശേഷം നമ്മളൊരു ബ്രേക്ക്ഔട്ട് റൂമിലോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ഓരോ പാനലിസ്റ്റുകളും ഓരോ ബ്രേക്ക്ഔട്ട് റൂമിൽ അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾക്ക് പാനലിസ്റ്റുകളുമായിട്ട് നിങ്ങളുടെ ആശയങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അവിടെ നമുക്ക് പങ്കുവെക്കുന്ന ഫീഡ്ബാക്കുകളിൽ നിന്ന് പാനലിസ്റ്റ് നിങ്ങളിൽ നിന്ന് ഒരു നിങ്ങളുടെ ആശയങ്ങൾ നല്ല രീതിയിൽ ഒരു ആശയം പറഞ്ഞ ഒരാളെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ആണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാനം. ബ്രേക്ക്ഔട്ട് റൂമിൽ നിന്ന് നമ്മൾ മെയിൻ സെഷനിലോട്ട് വരുന്നു. നിങ്ങൾ പങ്കുവെച്ച ആശയങ്ങൾ പാനലിസ്റ്റുകൾ ഞങ്ങളോട് പങ്കുവയ്ക്കുന്നു, നമ്മൾ ഒരുമിച്ച് പങ്കുവയ്ക്കുന്നു. അതിനുശേഷം വോട്ട് ഓഫ് താങ്ക്സ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഘടന. ആദ്യമേ തന്നെ നിങ്ങൾ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കുറിച്ച് വയ്ക്കുക. പിന്നെ ക്വസ്റ്റ്യൻസും ഇതും നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ പറയുന്നത് നമുക്ക് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് സെഷനിലോട്ട് പോവാം. എല്ലാവരും റെഡി അല്ലേ? യെസ് മാം. Okay. ആയിഷ മാം റെഡി അല്ലേ? ആയിഷ മാം ഓക്കെ റെഡിയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പാനലിസ്റ്റ് ഓഡിയബിൾ ആണല്ലോ? ഓഡിയബിൾ. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? കുട്ടികളിലെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ തടയുന്നതിൽ മാതാപിതാക്കളുടെ പങ്ക്. നമുക്കറിയാം, സോഷ്യൽ മീഡിയ പല രാജ്യങ്ങളിലും ഇപ്പോൾ കുട്ടികൾക്ക് ബാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും കുട്ടികൾ സുലഭമായിട്ട് യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ സ്റ്റോറീസും റീൽസും എല്ലാമായിട്ട് സുലഭമായി നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഇവിടെ തന്നെയുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ നമ്മളോട് ഇന്ന് കുട്ടികളിലെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ തടയുന്നതിൽ മാതാപിതാക്കളുടെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശ്രീമതി ആയിഷ സൈബിൾ ആണ്. മാം കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്, സർട്ടിഫൈഡ് CBT പ്രാക്ടീഷണർ ആണ്. അതോടൊപ്പം തന്നെ ഫാമിലി കൺസൾട്ടന്റും ആസ്ഥ സോളിന്റെ ഫൗണ്ടറും കൂടിയാണ്. ആയിഷ മാമിനെ ഈ വേദിയിലേക്ക് ഞാൻ മൈക്ക് കൈമാറുന്നു. മാമിന്റെ ടേൺ ആണ്. 10 മിനിറ്റ് മാമിന് ഇതിനെക്കുറിച്ച് സംസാരിക്കാവുന്നതാണ്. നമസ്കാരം. ടീ ട്രാൻസ്പെറിന്റെ എല്ലാ അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ആദ്യമായി ഇതുപോലെയുള്ള ഒരു പ്രോഗ്രാം നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഞാനൊരു കൺസൾട്ടന്റ് സൈക്കോളജിയാണ്. നമുക്ക് നമ്മുടെ കൗൺസിലിങ്ങുമായി ബന്ധപ്പെടുമ്പോൾ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ അതിൽ കുട്ടികൾ അഡിക്ഷൻ ആവുന്നത്, അതിൽ പാരന്റ്സ് എത്രത്തോളം ഇൻവോൾവ് ചെയ്യണം, ഏത് രീതിയിലാണ് അതിലേക്കുള്ള അപ്രോച്ച്, ഇതൊക്കെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കൽ നിർബന്ധമാണ്. 2010 ശരിക്കും സോഷ്യൽ മീഡിയ ദിനം സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. ജൂൺ 30 സോഷ്യൽ മീഡിയ ദിനം നമ്മൾ ഓഡിയബിൾ ആണല്ലോ അല്ലേ? ഹലോ. ഓക്കെ. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളിലായാലും നമ്മൾ എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയ വളരെയധികം സുലഭമായി തന്നെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. സോഷ്യൽ മീഡിയ ഒരു തെറ്റല്ല, വളരെ 2 രീതിയിൽ നമുക്ക് അതിനെ കാണാൻ സാധിക്കും. അതിന് ഒരുപാട് നല്ല വശങ്ങളുണ്ട്, മറ്റ് ചീത്ത വശങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഒരു ഹാബിറ്റ് ആയിട്ട് മാത്രം നമ്മൾ കാണേണ്ടതല്ല, ഒരു ഹാബിറ്റിന്റെ പേരിൽ മാത്രം പോകുന്ന ഒന്നല്ല. ഇത് നമ്മുടെ ഡോപാമിൻ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൽ കുട്ടികൾക്ക് അമിതമായ ഒരു സന്തോഷം ഇതിൽ നിന്ന് കിട്ടുന്നതോട് കൂടിയിട്ട് ഇതിൽ കുട്ടികൾ അഡിക്ഷൻ ആയിട്ട് പോവുക എന്നതാണ് ഇതിൽ മെയിൻ ആയിട്ട് പാരന്റ്സുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളിലേക്ക് നമ്മൾ ഏത് രീതിയിലുള്ള ഒരു അപ്രോച്ച് ആണ് കൊടുക്കേണ്ടത് എന്ന നല്ല ധാരണ പാരന്റ്സിന് ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഒരു ബിഹേവിയർ അഡിക്ഷൻ ആയിട്ടാണ്. തീർച്ചയായിട്ടും കുട്ടികൾ അതിലേക്ക് അഡിക്റ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ
ചില സമയത്ത് അല്ലെങ്കിൽ ടെമ്പററി എപ്പോറിയ പോലെ അവർക്ക് ഏതിൽ നിന്നെങ്കിലും ഒന്ന് ഒളിച്ചോടിയിട്ട് അതിലേക്ക് ഒരു രസം കണ്ടെത്താൻ അല്ലെങ്കിൽ ഒരു ഇഷ്ടം കണ്ടെത്തുക, അത് കണ്ടിന്യൂസ് ആയിട്ട് അവർ ഉപയോഗിക്കുമ്പം അവർക്കുണ്ടാകുന്ന അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള ഒരു മടി അവരിലേക്ക് എത്തും. ഇത് കുട്ടികളിൽ സ്ക്രീൻ ടൈം കൂട്ടുകയും അല്ലെങ്കിൽ പഠനത്തിൽ അവരുടെ പ്രീഫോണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തിന്റെ മുൻനിരയിലുള്ള ഭാഗമാണ്. ഇതാണ് തികച്ചും നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതും ആവശ്യമുള്ള ചിന്തകളെ നമുക്ക് സിലക്ട് ആക്കാൻ പറ്റുന്നതും പല കാര്യങ്ങളും. ഇവിടെ നമ്മൾ ഇത് സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഇതെല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം തീർച്ചയായിട്ടും അവര് ഒരു വാച്ചിങ് ഇതിലേക്ക് സ്ക്രീൻ ടൈമിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് സ്ക്രോൾ ചെയ്ത് മിനിറ്റുകൾക്കകം ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ അറ്റൻഷൻ ആണ് നഷ്ടപ്പെടുന്നത്. അപ്പം പാരന്റ്സ് അവരിലേക്ക് ഇതിനെ കുറിച്ചിട്ട് എങ്ങനെ അവെയർ ആവണം എന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളുടെ അടുത്തൊരു കോപ്പിംഗ് രീതിയാണ്, ഒരു അറ്റാച്ച്മെന്റ് അട്രാക്ഷൻ ടെക്നിക്സ് ആണ് തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ടത്. ലൈക്ക് പാരന്റ്സ് ഒറ്റയടിക്ക് തന്നെ ഇതിൽ നിന്ന് അവരെ വിഡ്രോ ചെയ്യാൻ വേണ്ടി ദേഷ്യപ്പെട്ട് അവരുടെ ടെമ്പെടുത്ത് അങ്ങനെ പോകുന്ന സമയത്ത് കുട്ടികൾ ഇതിൽ നിന്നും മാറുന്നത് മാത്രമല്ല അവരുടെ ഉള്ളില് ഒരു എന്താ പറയാ പ്രത്യേകമായിട്ടുള്ള ഒരു ടെക്നിക്കൽ മെക്കാനിസമാണ് അവർ പിന്നീട് ഉണ്ടാക്കുന്നത്. അവർ വിഡ്രോ ചെയ്യുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് ആങ്കർ ഇഷ്യൂ ഉണ്ടാവും, ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ അവരെ ബാധിക്കും, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുകയില്ല. അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് ഇതിൽ നിന്ന് അവരെ വിഡ്രോ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല, ബിക്കോസ് നമ്മളും അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഘട്ടമായിട്ട് നമുക്ക് വളരെയധികം ടെക്നിക്സിലൂടെയാണ് ഇത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ പാരന്റ്സ് നമ്മളെ പോലെയുള്ള കൗൺസിലിംഗ് അല്ലെങ്കിൽ കൺസൾട്ടിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആരുമാകട്ടെ നമ്മളെക്കാൾ മുമ്പ് തന്നെ വീട്ടിലുള്ള അമ്മയും അച്ഛനുമാണ് അവർക്കൊരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു കൺസൾട്ടിംഗ് ആയിട്ട് അവരുടെ മുമ്പിൽ നിൽക്കേണ്ടവർ. അതിന് അവർ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലാക്കേണ്ടത് മാത്രമല്ല പ്രാക്ടിക്കലി പാരന്റ്സ് കൂടെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഒരു മോഡൽ പോലെ അവരും ഇതിൽ എത്രത്തോളം ഇതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നുവോ ആ ഒരു കാഴ്ചപ്പാട് കുട്ടികളിലൂടെ കുട്ടികൾക്ക് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അവരുടെ എന്താണ് ഈ ബിഹേവിയറൽ അഡിക്ഷൻ ആയിട്ട് കുട്ടികൾ കാണുന്നത് അത് അവരോട് പറഞ്ഞു കൊടുക്കുക. കോപ്പിംഗ് രീതിയിൽ വളരെയധികം അറ്റാച്ച്മെന്റോട് കൂടിയിട്ട് പറഞ്ഞു കൊടുക്കുക. നമുക്ക് കട്ടിംഗ് മൈൻഡാണ് കുട്ടികൾക്ക്, അതായത് ഒരിക്കൽ പോലും റിലാക്സ് ആവാൻ പറ്റാത്ത രീതിയിൽ കട്ടിൽ മൈൻഡിലേക്കാണ് കുട്ടികൾ ഇതുകൊണ്ട് പോകുന്നത്. അപ്പൊ എന്താണ് കുട്ടികൾക്കോട് നിങ്ങളൊരു കുഴഞ്ഞ മനസ്സുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വളരെ അസ്വസ്ഥമായിട്ടാണ് നിങ്ങൾ പിന്നീട് ഇതിന്റെ ഒരു വാച്ചിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. പഠനത്തിൽ നിലവാരം പുലർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ കരിയറിൽ നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. എന്നാൽ ഇത് കംപ്ലീറ്റ്ലി ഒഴിവാക്കേണ്ട ഒരു 1 hour നിങ്ങൾ ക്ലാസ്സും അല്ലെങ്കിൽ നിങ്ങളുടെ പഠനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു 1 hour കഴിഞ്ഞ് ഒരു 10 minutes അല്ലെങ്കിൽ 5 minutes പോട്ട് ഒരു 20 minutes എങ്കിലും കുട്ടികൾക്ക് ഫോൺ നമുക്ക് കൊടുക്കാം. അത് നമ്മുടെ കൺട്രോളിലായിരിക്കണം. ഒറ്റയടിക്ക് പിടിച്ചു വാങ്ങി കഴിയുമ്പം അവിടെ സാഹചര്യം മോശമാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് തിരസ്കരിക്കപ്പെടുന്ന സ്നേഹം. ശരിക്കും നമ്മുടെ ഇവിടെയുള്ള അമ്മമാർക്ക് നമ്മൾ വളരെ അറ്റാച്ച്മെന്റോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്, കുട്ടികളിൽ തിരസ്കരിക്കപ്പെടുന്ന സ്നേഹം അനുഭവപ്പെടുമ്പോഴാണ് കുട്ടികൾ എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ടെമ്പററി എപ്പോറിയ പോലെ അതായത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സുഖം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കും. അപ്പം ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് തികച്ചും ഇത് ഒഴിവാക്കാൻ സാധിക്കില്ല. അതിനു വേണ്ടിയിട്ട് കുട്ടികളിലേക്ക് നമ്മൾ ഘട്ടമായിട്ട് ആദ്യമായി കോപ്പിംഗ് അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റ് അട്രാക്ഷനിലൂടെ കുട്ടികളെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ക്ഷീണം വരുന്നതും അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വരുന്നതും കണ്ണിന്റെ ബുദ്ധിമുട്ട് വരുന്നതും നമ്മുടെ സമയം വേസ്റ്റ് ആയി പോകുന്നതും ഇതൊക്കെ കുട്ടികൾക്ക് നമ്മൾ നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് കാരണമാണ് നമ്മൾ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം മാറ്റുന്നത്. അല്ലെങ്കിൽ ഇന്ന് നമ്മളൊരു ഫോൺ കോൾ മാത്രമല്ല, നമ്മൾ ഇൻസ്റ്റാ ഫേസ് നമ്മൾ പല കാര്യങ്ങളും കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് അല്പം വിട്ടു നിന്നാൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് കുട്ടികൾക്ക് നമ്മൾ നല്ല രീതിയിൽ അത് ടോൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ നന്നായിരിക്കണം പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന്. അവരെ ഒന്ന് ഹഗ് ചെയ്ത് അവരെ നമ്മൾ നല്ല രീതിയിൽ അവർക്ക് അതിന്റെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത് നമ്മൾക്ക് ചെയ്യുന്ന ഒരു കാര്യം ബിഹേവിയർ, അതായത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ്. എല്ലാവർക്കും അറിയാം എന്താണ് കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ചിന്തകളെ തന്നെ ചിന്തകൾ കൊണ്ട് തന്നെ നമുക്ക് മാറ്റാൻ, ഏത് കാരണങ്ങൾ കൊണ്ട് ഏത് ടൈപ്പ് ഓഫ് ചിന്തകളിലൂടെയാണ് കുട്ടികൾ ഇതിലേക്ക് കൂടുതൽ അഡിക്ഷൻ ആവുന്നത് ആ ടൈപ്പ് ഓഫ് ചിന്തകളെ മാറ്റാൻ വേണ്ടി പാരന്റ്സ് ശ്രമിക്കൽ നിർബന്ധമാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ടീച്ചർക്കോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടിങ്ങിനോ ഒരിക്കലും കുട്ടികളുടെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ അവസാന ഘട്ടമാണ്.
ആദ്യം തന്നെ നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു ബോണ്ടിങ് സിസ്റ്റം നമുക്കുണ്ടായിരിക്കണം കുട്ടികളുമായിട്ട്. അത് ഈ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, കുട്ടികൾ ഏതെല്ലാം, ഇന്ന് നമുക്ക് പല കാര്യങ്ങളും അറിയാം, നമുക്ക് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ടതില്ല. എന്നാലും ഈ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്നത് കാരണമായിട്ട് പറയുകയാണ്. കുട്ടികൾ ഏതെല്ലാം ടൈപ്പ് ഓഫ് അഡിക്ഷനിൽ പെടുന്നുണ്ടെങ്കിലും അതിന്റെ ഫസ്റ്റ് കോസ് പാരന്റ്സിൽ നിന്നാണ്. ടീനേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കൽ പോലും കയ്യിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു പ്രായമാണ്. അവിടെ അറ്റാച്ച്മെന്റ് നിർബന്ധമാണ്. അപ്പൊ കുട്ടികൾ എങ്ങനെയാണ് സ്ലിപ്പായി പോണത്, ആ ചിന്തകള്, ആ കോഗ്നിറ്റീവിനെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊടുക്കേണ്ടത് ആ കോഗ്നിറ്റീവിൽ അവരെ ചിന്തകൾ ഏതാണ്, ഏത് കാരണങ്ങൾ കൊണ്ടാണ് അവർ സോഷ്യൽ മീഡിയയിലേക്ക് പോകുന്നത് എന്ന് പാരന്റ്സ് തിരിച്ചറിയണം. നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഇവിടെ കുട്ടികളുടെ അഡിക്ഷനിൽ നിന്നും അവരെ മാറ്റാനുള്ള ആദ്യത്തെ പ്രവണത പാരന്റ്സിന് ഉണ്ടാവണമെങ്കിൽ നമ്മൾ നോർമൽ ഒരു ഭക്ഷണം മാത്രം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പാരന്റ്സ് ആയാൽ പോരാ. കുട്ടികൾക്ക് വിലപ്പെട്ട സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്ന ഒരു പാരന്റ്സ് ആയാൽ പോരാ. പകരം നമുക്ക് കുറച്ച് ബോധമുണ്ടാകണം. നമ്മളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ ഏത് രീതിയിലുള്ള, ഏത് കൈൻഡ് ഓഫ് രീതിയിലാണ്, ഏത് കൈൻഡ് ഓഫ് ആണ് കുട്ടികളിലേക്ക് നമ്മൾ എത്തേണ്ടത്, എങ്ങനെ പറഞ്ഞാലാണ് അവരെ നമുക്ക് തികച്ചും ഇതിൽ നിന്ന് ഒരു അല്പം മാറ്റാൻ സാധിക്കുക. അവരും നമ്മളും തമ്മിൽ വീട്ടിലൊരു ക്ലാഷ് ഉണ്ടായി, ഇത് ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞ് വളരെ അടുത്തായിട്ട് എൻ്റെ അടുത്ത് വന്ന ഒരു പാരന്റ്സ് ഉണ്ട്. +2 പഠിക്കുന്ന ഒരു കുട്ടിയാണ്. കുട്ടിക്ക് കട്ട് ആൻഡ് റൈറ്റ് ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചു കളഞ്ഞു. കുട്ടി വളരെയധികം ഡിപ്രസ്ഡ് ആയി. അത് കാരണമായിട്ട് ആ കുട്ടിയുടെ അമ്മയും ഡിപ്രസ്ഡ് ആയി. ഫാമിലിയിൽ ക്ലാഷ് ആയി, അവർ തമ്മിലൊരു ഡിവോഴ്സ് വരെ എത്തി. ഇതെന്താണ്, ശരിയായ രീതിയിൽ നമുക്ക് കുട്ടികളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും പല പാരന്റ്സും റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്കൂൾ ജീവിതവും കുറെ രീതിയിലുള്ള സമ്മാനങ്ങളും മാത്രമാണ്. കുട്ടികൾക്ക് അട്രാക്ഷൻ ആയിട്ട് അവരുടെ കോപ്പിംഗ് രീതിയിൽ, അവരുടെ നല്ല രീതിയിൽ നമ്മൾ ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ബോധ്യം ഒരു പാരന്റ്സിന് ആദ്യം ഉണ്ടാകണം. അപ്പൊ പാരന്റ്സ് മനസ്സിലാക്കേണ്ടത് ഒന്നാമത് അവരോട് പെരുമാറുന്ന രീതി, എങ്ങനെ നമ്മളത് മാറ്റിവെക്കണം. രണ്ടാമത് എന്തെല്ലാം ദൂഷ്യഫലങ്ങളാണ് ഇതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറയുന്നത്, എത്രയും സമയം നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ സെൽഫ് മോണിറ്ററിംഗിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക. ആദ്യം തന്നെ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ തന്നെ മോണിറ്റർ ചെയ്യും. ഒരു 1 hour അല്ലെങ്കിൽ 1.5 hours നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു 20 minutes അല്ലെങ്കിൽ 10 minutes മാത്രം നിങ്ങൾ ഇത് ഉപയോഗിക്കുക. അത് അങ്ങനെ അവർക്ക് സ്വയം മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ, നമുക്ക് എക്കണോമിക് ആയിട്ടുള്ള ടോക്കൺ ഗിഫ്റ്റുകളൊക്കെ അവർക്ക് സമ്മാനിച്ചു കൊടുക്കുക. കണ്ടോ, ഇത്ര സമയം നീ അത് ചെയ്യാതിരുന്നപ്പം, ഈ മാസം നീ ഇത്രത്തോളം അതിൽ നിന്ന് വിട്ടു നിന്നപ്പം നിന്റെ മാർക്കിൽ ഇത്രത്തോളം ഇൻക്രീസ് ഉണ്ടായി, വീട്ടിൽ ഇത്രത്തോളം ഹാപ്പിനെസ് ഉണ്ടായി. ഈ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് ലോഗ് ഔട്ട് ചെയ്യുമ്പം അതിന്റെ ലോഗിൻ എവിടെയായിരിക്കണം? നമ്മുടെ ഡൈനിങ് ടേബിളിലായിരിക്കണം. നമുക്ക് പലപ്പോഴും അനുഭവപ്പെടുന്ന ഒരു രീതിയാണ്, നമ്മുടെ വീട്ടിനുള്ളിൽ എത്ര റൂമുകളുണ്ടോ ആ റൂമിൽ നമ്മുടെ കുട്ടികൾ കിടക്കുമ്പോൾ അവിടെ നോക്ക് ചെയ്തിട്ട് വേണം ഒരു ഉമ്മക്കോ അല്ലെങ്കിൽ ഒരു പാരന്റ്സിന് കയറാൻ, ഒരു അമ്മക്കോ അച്ഛനോ കയറാൻ. അവർക്ക് പേടിയാണ് കുട്ടികളെ. കാരണം നോക്ക് ചെയ്തിട്ട് ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്, നമ്മൾക്ക് ഇതുപോലത്തെ കേസുകൾ വന്നിട്ടുണ്ട്. ലൈക്ക് കുട്ടികളുടെ ഡോറിൽ ലോക്ക് ചെയ്യണം പാരന്റ്സ്. ഫുഡ് ഇവിടെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോവാണ്, ഡോർ അടയ്ക്കണം. ഇങ്ങനെയൊക്കെ കുട്ടികളെ നോക്ക് ചെയ്ത് ആ ഡോറിന്റെ അടുത്തുനിന്നും ഉള്ളിലേക്ക് കയറാനുള്ള പെർമിഷന് പാരന്റ്സിനില്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ആ പാരന്റ്സ് തന്നെയാണ്. നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്നത്, സ്നേഹത്തിന്റെ ഭാഷയിൽ ആ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അവരോടൊപ്പം കളിക്കാനും അവരോടൊപ്പം പങ്കിടാനും അവരോടൊപ്പം കാര്യങ്ങൾ ഷെയർ ചെയ്യാനും നമ്മൾ ഒരു തുറന്ന വാതിൽ പോലെ അവർക്ക് മുന്നിൽ ഉണ്ടാവണം. അവിടെ സ്നേഹം കൊടുക്കുന്നുണ്ട്. ആ സ്നേഹം ഒരു അറ്റാച്ച്മെന്റ് അട്രാക്ഷൻ കുട്ടികൾക്ക് ഫീൽ ചെയ്യുമ്പോൾ അവർ ഡോറുകൾ അടയ്ക്കില്ല. നമുക്ക് ഫുഡ് ഇവിടെ വെച്ചു എന്ന് അവരോട് പറയണ്ട. ഒരുമിച്ച് കഴിക്കുന്ന സിസ്റ്റം, ഒരുമിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന സിസ്റ്റം, ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ നമുക്കുണ്ടാവണം. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, കുട്ടികളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്കൂളിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യണം. പക്ഷെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടോ കുട്ടികളുടെ അടുത്ത്? തീർച്ചയായിട്ടും പാരന്റ്സും ഷെയർ ചെയ്യണം. ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നു, എൻ്റെ ക്ലിനിക്കിൽ എനിക്ക് എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടായി, ഒരു മന്ത് നിങ്ങൾക്ക് ഞാൻ എത്ര എക്സ്പെൻസ് കൊടുക്കണുണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പഠനകാര്യത്തിൽ എന്തെല്ലാം മാറ്റി വെക്കുന്നുണ്ട്, നമ്മൾ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യാൻ സമയം കാണുമ്പം നമ്മുടെ ഇമോഷൻസിനെ അവർക്ക് ക്യാച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും.
നമ്മളെ ഓരോ കാര്യത്തിലേക്കും കുട്ടികൾ പെട്ടെന്ന് ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി, ഒരു ഡോപാമിൻ അവർക്ക് അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് അവർ ഓരോ കുഞ്ഞു കാര്യങ്ങളിലേക്ക് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ നമ്മൾ കൊടുക്കാതെ ഓരോ സ്റ്റെപ്പിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കൊണ്ടാണ് അവർ ആ സ്റ്റെപ്പിലേക്ക് കയറിപ്പോകുന്നത്. പറയുന്നത് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നത്, നമ്മൾ ഇതിനെ ഡിവേർട്ട് ആക്കാൻ വേണ്ടിയിട്ട് കുട്ടികളിൽ ചെറിയതായിട്ടുള്ള വായനാശീലം, യാത്ര, ഒരുമിച്ച് പോകല്, ഒരുമിച്ചുള്ള ഭക്ഷണ രീതി, അതുപോലെ തന്നെ സ്പോർട്സ് കാര്യങ്ങൾ, ഇങ്ങനെ കുട്ടികളെ എൻഗേജ്ഡ് ആക്കണം. നമ്മൾ എപ്പോഴും പറയാറുണ്ട് സമയത്തിന് വളരെ ഇമ്പോർട്ടൻസ് ആണെന്ന്. ക്വാളിറ്റി ടൈം മാത്രമല്ല, അതിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ വിത്ത് ഫാമിലിയോട് കൂടി കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടെ നമ്മൾ നോക്കണം. സോഷ്യൽ മീഡിയ കുട്ടികളിൽ എഡിക്റ്റ് ആകുമ്പോൾ പാരന്റ്സിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു വലിയ ഭാഗം തന്നെയാണ് ഞാൻ പറഞ്ഞത്. വീട്ടിൽ നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ, ഫ്രണ്ട്ലി ആയി ബോണ്ടായി ഉപ്പനോടും ഉമ്മനോടും ഒക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുമ്പോൾ കുട്ടികളിൽ ബാക്കിയുള്ളതിലേക്ക് പോകാനുള്ള പ്രവണതകൾ കുറയും. ഇവിടെ 2 ടൈപ്പിലുണ്ട്. ഒരു പക്ഷെ അമ്മയുടെ അടുത്ത് കുട്ടികൾ എല്ലാ കാര്യങ്ങളും പറയും, പക്ഷെ അച്ഛൻ്റെ അടുത്തേക്ക് ഒരു മീഡിയേറ്റർ വേണം, പലപ്പോഴും അമ്മ വേണം. എന്തുകൊണ്ടാണ്? ഒരു പക്ഷേ സ്നേഹം ഒരുപാട് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് അച്ഛനുണ്ട്, എന്നാൽ അച്ഛൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു പാത്ത് കുട്ടികൾക്ക് ക്ലിയർ അല്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് കുട്ടികൾക്ക് എങ്ങനെ നമ്മളുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് കിട്ടണം, അവരുമായിട്ട് എങ്ങനെ നമ്മൾ കണക്ട് ചെയ്യണം, ഹാപ്പിനെസ് എങ്ങനെ നമ്മൾ കൊടുക്കണം, ഇതൊക്കെ നമ്മൾ വീട്ടില് പാരന്റ്സും കുട്ടികളും ഒരുമിച്ചിരിക്കുന്ന സമയത്തിൽ എല്ലാ കാര്യങ്ങളെ കുറിച്ചും വിശദമായ ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടതുണ്ട്. ഞാൻ ഇതോടനുബന്ധിച്ച് മറ്റൊരു കാര്യം പറയാണ്. എല്ലാ പാരന്റ്സും മനസ്സിലാക്കണം. നമുക്കറിയാം എന്താണ് അഡ്രിനാലിൻ ഹോർമോൺ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം എന്താണെന്ന് അല്ലെ. പ്രകൃതി തന്നെ നമുക്ക് ഒരു വലിയ വരദാനമായി ബ്ലെസ്സിങ് ചെയ്തിട്ടുള്ള ഒരു ഹോർമോണാണിത്. ഇത് ശരിക്കും നമുക്ക് ശരീരത്തിൽ വേണം. എന്തിനാ? പെട്ടെന്ന് നമുക്കൊരു ഭയം വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഒരു പാമ്പ് പോകുന്നത് കണ്ടാല്, അല്ലെങ്കിൽ ഒരു നായ കടിക്കാൻ വന്നാല്, നമ്മൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മളിങ്ങനെ പേടിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ പേടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് അഡ്രിനാലിൻ ഹോർമോൺ നമ്മുടെ ശരീരത്തേക്ക് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മളെ കണ്ണുകളൊക്കെ ഇങ്ങനെ തുറക്കുകയും ചെവിയൊക്കെ ഇങ്ങനെ നമ്മൾ കൂർപ്പിച്ച് വെക്കുകയും അതിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ആവാനുള്ള ഒരു പ്രവണത ആ ഹോർമോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റൈറ്റ്? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് കാരണമായിട്ട് ഒരു പക്വതയുള്ള ഒരാൾക്കായാലും കുഞ്ഞു കുട്ടികൾക്കായാലും സ്വയം രക്ഷ നേടാനുള്ള ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടുതലായി അട്രാക്ട് ആവുന്ന കുട്ടിക്ക് അവന്റെ ഹോർമോണിന്റെ ഈ ഒരു അളവ് ഏത് രീതിയിൽ യൂസ് ചെയ്യണം എന്നതിനെ കുറിച്ച് അവൻ അറിയുന്നില്ല. ചിലപ്പം അമിതമായിട്ടുള്ള ആങ്സൈറ്റി, ഈ ഫോണിൽ നിന്നും കംപ്ലീറ്റ്ലി നമ്മൾ ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന സമയത്ത് അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അഡ്രിനാലിൻ ഹോർമോൺ. കാരണം അപ്പൊ നമുക്ക് സ്ട്രെസ് കൂടും, നമ്മുടെ ഓക്സിജന്റെ അളവ് കൂടും, നമുക്ക് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെയാവും. ഇനി സോഷ്യൽ മീഡിയയിൽ അമിതമായിട്ട് ഉപയോഗിക്കുന്ന കുട്ടിക്കാണെങ്കിൽ എന്ത് സംഭവിക്കും? തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എനിക്ക് വരാനിരിക്കുന്ന അപകടം എന്താണ്, അല്ലെ ഞാനിപ്പോ ഒരു അപകടത്തിന് മുന്നിലാണ് എന്ന് കുട്ടിക്ക് അറിയാൻ സാധിക്കുന്നില്ല. കുട്ടിക്ക് ആ സമയത്ത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ അനുഗ്രഹമായി തന്ന ഈ അഡ്രിനാലിൻ ഹോർമോണിനെ അല്പം നമ്മളുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ മസ്തിഷ്കം ഉൽപ്പാദിപ്പിക്കുമ്പോഴും നമ്മുടെ ശരീരം അതുമായിട്ട് കോപ്പ് ചെയ്ത് പോവാൻ വില്ലിങ് ആവണില്ല, ഫിസിക്കൽ വില്ലിങ് ആവണില്ല. ബിക്കോസ് എപ്പോഴും എന്താണ്, കയ്യിൽ ഇതിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് അനുവദിക്കപ്പെട്ട രീതിയിൽ ആ ഹോർമോണിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് തീരുമാനിക്കണം, ഏതെല്ലാം രീതിയിൽ നമുക്ക് അതിൽ നിന്നുള്ള ഗുണങ്ങൾ ഉണ്ടാവുന്ന ഒരു കുട്ടിക്ക് അറിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ പാരന്റ്സ് ഇന്ന് നമുക്ക് അത്രയും ക്വാളിഫൈഡ് അല്ലാത്ത പാരന്റ്സിന് പോലും ഇതൊക്കെ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തെല്ലാം രീതിയിൽ ടൈം ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്കറിയാം വളരെ വലിയൊരു സബ്ജക്റ്റ് ആണ്. ലിമിറ്റഡ് ടൈമിലാണ് നമ്മളിത് പ്രസന്റ് ചെയ്യുന്നത്. സോറി മാം, നമ്മുടെ സമയപരിമിതി മൂലമാണ് ഡിസ്റ്റർബ് ചെയ്യേണ്ടി വന്നത്. സോറി. എന്നാലും നമുക്ക് മനസ്സിലായി, തിരസ്കരിക്കപ്പെടുന്ന സ്നേഹം അത് നമ്മുടെ കുട്ടികൾ പലരും അനുഭവിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഇത്തരത്തിൽ തിരസ്കരിക്കപ്പെടുന്ന സ്നേഹം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? അത് നമ്മളെല്ലാവരും ചിന്തിക്കുക. ഓക്കെ, താങ്ക് യു ആയിഷ മാം. താങ്ക് യു.
നമുക്കറിയാം, ആയുഷ്യ മാം ഇപ്പൊ സൂചിപ്പിച്ച് കുടുംബത്തിലാണ് ഏറ്റവും നല്ലൊരു ബോണ്ടിങ് വേണ്ടത് കുട്ടികളായിട്ട്. കുടുംബം കഴിഞ്ഞാൽ ഒരു കുട്ടി ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് എവിടെയാണ്? സമൂഹത്തിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്കൂളുകളിൽ. ഓക്കെ, നമുക്കറിയാം ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇടപെടുന്നത് നമ്മളുടെ സമയം ചിലവഴിക്കുന്ന സ്കൂളുകളിലാണ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം 7:30 തൊട്ടും 7:30, 6:45 നമ്മുടെ കുട്ടികൾ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകുന്നുണ്ട്. നമ്മൾ എഴുന്നേറ്റ് ഒന്ന് ജസ്റ്റ് കണ്ടുവരുമ്പോഴേക്കും അവർ സ്കൂളിൽ എത്തിയിട്ടുണ്ടാവും. അവർ തിരിച്ചു വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ജോലി മേഖലകളിൽ വ്യാപൃതരായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ആധുനിക സമൂഹത്തിൽ കുട്ടികളുമായി ആശയവിനിമയം നടത്തുന്ന ഒത്തിരി വെല്ലുവിളികളുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മോട് കൂടെ ഇനിയുള്ളത്. ശ്രീമതി ഇഷ ഇസ്മായിൽ മാം ആണ്. മാം ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപികയാണ്. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് കൂടിയാണ്. മാമിനെ സ്വാഗതം ചെയ്യുന്നു. മാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. ഇഷ മാം കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാം. താങ്ക് യു മാം ഫോർ ഇൻവൈറ്റിംഗ് മീ. സാറിൻ്റെ അടുത്തും ഞാൻ ട്രാൻസ്പയറിന്റെ ഹോൾ ടീമിന് ഞാൻ നന്ദി പറയുന്നു എന്നെ ക്ഷണിച്ചതിൽ. എനിക്ക് ഇതിനകത്ത് ഞാൻ ഒരു ഇൻപുട്ട് തയ്യാറാക്കിയത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഐ ഹാവ് ലേൺഡ് സൈക്കോളജി ഓർ ഐ എം എ കൺസൾട്ടിങ് സൈക്കോളജിസ്റ്റ്. ഇത് രണ്ടും കൂടെ സമന്വയിപ്പിച്ചിട്ട്, പക്ഷെ എനിക്ക് തോന്നുന്നത് മൈ എക്സ്പീരിയൻസ് ആസ് എ ടീച്ചർ അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഈ ഒരു ഇൻപുട്ട് തരാൻ എന്നെ പ്രാപ്തയാക്കിയത്. കാരണം ഐ ഹവ് ബീൻ ഒബ്സർവിങ് സ്റ്റുഡൻസ് ഫോർ ദ ലാസ്റ്റ് 25 years. അപ്പൊ അതിൽ നിന്നുണ്ടായ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അതായത് കുട്ടികളുടെ ആശയവിനിമയ രീതികൾ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ 25 years ആയിട്ട് പഠിപ്പിക്കുന്നു. പക്ഷെ ദർ ഇസ് നോ കമ്പാരിസൺ. ഇപ്പോ പണ്ടൊക്കെ ജനറേഷൻ ചേഞ്ച് ചെയ്യുന്നത് 20 വർഷത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ ജനറേഷൻ ചേഞ്ച് ചെയ്യുന്നത് ഒരു 5 years ചേഞ്ച് ചെയ്യും. ബിക്കോസ് വിത്ത് ഈച്ച് അഡ്വെന്റ് ഇൻ IT, ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള ഓരോ കണ്ടുപിടുത്തത്തിനനുസരിച്ചും ജനറേഷൻ മാറുകയാണ്. ഇറ്റ്സ് എ ഫാസ്റ്റ് ചേഞ്ചിങ് സൊസൈറ്റി. അപ്പൊ നമുക്കൊരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒരു 5 years തന്നെ, അല്ലെങ്കിൽ അതിലും കുറഞ്ഞ ഒരിടയിൽ തന്നെ അതിനെപ്പറ്റി സംസാരിക്കാനോ അതിനെ പറ്റി ഒന്ന് നമ്മൾ വെളിപ്പെടുത്താനോ തന്നെ ഭയക്കുന്ന വിധം അത് വളരെയധികം ചേഞ്ച് ആയിരിക്കുകയാണ്. ഇപ്പൊ സ്കൂളിലെ ഏറ്റവും കൂടുതൽ അധ്യാപകരുടെ മുന്നിലുള്ള ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ടു കൺവേ വാട്ട് യു ഹാവ് ടു ദ ചിൽഡ്രൻ. അവരോട് കൺവേ ചെയ്യാനാണ്. അപ്പൊ ചില പ്രശ്നങ്ങളാണ്, അത് പരിഹരിക്കേണ്ട മാർഗങ്ങളാണ് ഞാനിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒന്ന്, അവരുടെ ലാംഗ്വേജ് വല്ലാതെ മാറിയിട്ടുണ്ട്. അപ്പൊ അവരുടെ കോൺവെർസേഷണൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ജെൻസി ലാംഗ്വേജ് വളരെയധികം മാറിപ്പോയി. അപ്പൊ ജെൻസി ലാംഗ്വേജ് മാറുന്ന വെച്ചാൽ അതിന്റെ ഡിക്ഷൻ, വേ ദേ യൂസ് ലാംഗ്വേജിന്റെ വലിയ പ്യൂരിറ്റിയിലോ അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ കറക്റ്റ്നെസ്സിലോ ഒന്നും വിശ്വസിക്കുന്ന ആൾക്കാരല്ല. അതുപോലെ തന്നെ അവരുടെ ഡിക്ഷൻസ്, അവർ ഉപയോഗിക്കുന്ന സ്ലാങ്ങുകൾ, ഇതൊക്കെ വളരെ വ്യത്യസ്തമാണ്. വളരെ പുതിയ പുതിയ വാക്കുകൾ ഓരോ 2 വർഷത്തിനിടയിലും ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെ എഫക്റ്റീവായ കമ്മ്യൂണിക്കേഷൻ വരണമെങ്കിൽ വി ഹാവ് ടു ഫീൽ വൺ വിത്ത് ദം, അല്ലെങ്കിൽ ദേ ഹാവ് ടു ഫീൽ ദാറ്റ് വി ആർ വൺ അമംഗ് ദം. അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് അവരെ വിശ്വസിപ്പിക്കണം, അവരെ തോന്നിക്കണം. അപ്പൊ അതിന് ഏറ്റവും വലിയ ടൂൾ എന്ന് പറഞ്ഞാൽ ഈ ലാംഗ്വേജ് ആണ്. അഡാപ്റ്റ് ചെയ്യേണ്ടത് നമ്മളാണ് ഇൻ ദ സെൻസ് ടീച്ചേഴ്സും അതുപോലെ തന്നെ പാരന്റ്സും അഡാപ്റ്റ് ചെയ്യണം. കാരണം കുട്ടികൾ ഇപ്പൊ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ പാരന്റ്സിന് അവരെ വേണ്ട വിധത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നില്ല, മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് അവന്റെ വീട്ടിൽ അവന് ഭയങ്കര പ്രശ്നമാണെന്ന് അവന്റെ പാരന്റ്സ് നിരന്തരം കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് എൻ്റെ ക്ലാസ്സിലൊന്നും ആ കുട്ടിക്ക് ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഹീസ് എ വെരി ഹാപ്പി പേഴ്സൺ. അപ്പൊ ഞാൻ അന്വേഷിച്ചു, അവനോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ രാത്രി കുറച്ചു നേരം പഠിച്ചോ, നല്ലോണം പഠിച്ചോ, കളിക്കാൻ പോയിക്കോ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നീ കുറച്ചു നേരം ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്നുകൂടി പഠിച്ചിട്ട് നീ കുറച്ച് പാട്ടൊക്കെ കേട്ട് കിടന്നുറങ്ങാൻ നോക്ക്, യു വിൽ ഹാവ് എവ്രിതിങ്. അപ്പൊ ഈ കുട്ടി പറഞ്ഞത് ഇതാണ്, എന്റെ വീട്ടിൽ പാട്ട് കേൾക്കുന്ന സമ്പ്രദായം ഒന്നും എന്റെ വാപ്പ സമ്മതിക്കില്ല, ഹി ഈസ് സ്ട്രിക്റ്റ്, പാട്ട് കേൾക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ ഈ ഒരു ഏറ്റവും DJയും നാസിക് ഡോലും ഒക്കെയുള്ള ഈ ഒരു ലോകത്ത്, മ്യൂസിക്കിന്റെ ലോകത്ത്, ബഹളങ്ങളുടെ ലോകത്ത് വിരാജിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു പാട്ട് കേൾക്കാൻ പോലും അവകാശമില്ലെങ്കിൽ അവൻ പാരന്റ്സിനോട് ഡിറ്റാച്ച്ഡ് ആകും. അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ ചില സമയത്ത്
നമ്മൾ വിചാരിക്കും, നമ്മൾ മാം പറഞ്ഞ ഒരു പോയിന്റ് ആണ്, ആയിഷ മാം പറഞ്ഞ ഒരു പോയിന്റ് ആണ്, അതായത് നമ്മള് സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് വെച്ച് പക്ഷെ കുട്ടികൾ അത് ഉപയോഗിക്കാതിരിക്കണം എന്നില്ല. കാരണം ചെയ്ത് കാണിക്കുന്നത് മനസ്സിലാക്കി ചെയ്യാനുള്ള ഒരു കഴിവ് ഈ കുട്ടികളിൽ കാണുന്നില്ല. യു ഹാവ് ടു സേ ഇറ്റ് ഇൻ ക്ലിയർ ടേംസ്. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക തന്നെ വേണം, വളരെ ഓണസ്റ്റ് ആയി വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. കാരണം ഈ ഒരു തലമുറയ്ക്ക് നമ്മൾ പറ്റിക്കുന്ന രീതിയിലുള്ള വർത്തമാനം അല്ലെങ്കിൽ ഡിസോണസ്റ്റ് ആയിട്ടുള്ള വർത്തമാനം, ഇത് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന വർത്തമാനം, ഇതൊട്ടും സ്വീകാര്യമല്ല എന്നുള്ളതാണ്. അവർ വളരെ സ്ട്രെയിറ്റ് ടോക്കാണ്, ഫേസ് ടു ഫേസ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വർത്തമാനം മാത്രമേ അവർ സ്വീകരിക്കുന്നുള്ളൂ. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞാല് ഇവര് ഇമോഷൻസ് ഭയങ്കര, മാം പറഞ്ഞ ഒരു പോയിന്റ് അതിനോട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇവര് ഡോപ്പമൈൻ റൈസ് ഉള്ളത് കാരണം ദേ ആർ ലാർജ്ലി എ ഹാപ്പി പീപ്പിൾ. അപ്പൊ ഈ ഹാപ്പി പീപ്പിളിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ വി ഷുഡ് ഓൾസോ ബി ഇൻ എ ഹാപ്പി മോഡ്. ഇവർക്ക് യുഫോറിക് ആണ് പല സമയത്തും. അപ്പൊ ഇവരോട് കൺവേഴ്സ് ചെയ്യുമ്പോൾ ആൻഡ് ദേ ആർ സീക്കിംഗ് ഫോർ ഹാപ്പിനെസ്. ഈ ഹാപ്പിനെസ് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിയോട് ബഹളം വെച്ചിട്ടോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. അപ്പൊ നമ്മൾ ഇമോഷണലി അവരെ അപ്പീൽ ചെയ്യുന്ന അല്ലെ അവര് ലവ്ഡ് ആണെന്ന് തോന്നിക്കുന്ന രീതിയിൽ, പലരും വീട്ടിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിരിക്കും, വീട്ടിൽ നിന്ന് ആ വേണ്ട കരുതൽ കിട്ടുന്നില്ലായിരിക്കാം, പാരന്റ്സ് അവരുടേതായ പണികളിൽ വ്യാപൃതരായിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് ഈ കുട്ടികൾക്ക് വേണ്ടത് ഒരു അറ്റാച്ച്മെന്റ് പാറ്റേൺ ആണ്. അപ്പൊ ഈ അറ്റാച്ച്മെന്റ് പാറ്റേൺ ഉണ്ടായിരിക്കണമെങ്കിൽ നമ്മുടെ ഡിക്ഷൻ മാറണം, നമ്മളുടെ ഒരു സംസാരം ശരിക്കും മാറണം. അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കി ഇമോഷൻസിനെ അപ്പീൽ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാൻ. ആൻഡ് അപ്രീസിയേഷൻ ക്യാൻ ഡു വണ്ടേഴ്സ്. കാരണം വളരെ പഠിക്കാൻ യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാത്ത കുറച്ച് കുട്ടികളെ അപ്രീസിയേഷനിൽ കൂടി നമ്മള് സ്കൂളിൽ ഒരു പറ്റം ടീച്ചേഴ്സ് നമ്മുടെ സ്കൂളിലും പല സ്കൂളുകളിലും അവരെ ഇമോഷണലി അപ്പീൽ ചെയ്ത് ആ ഒരു നല്ല റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇമോഷണലി അപ്പീൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, അപ്രീസിയേഷൻ ഒരു പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെന്റിലെ ബിൽഡിംഗ് സ്റ്റോൺസ് ആണ് ശരിക്കും അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അത് ഈ അപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ അവരിൽ ഒരു സെൽഫ് എസ്റ്റീം ക്രിയേറ്റ് ചെയ്യുകയാണ്. ദേ ഹാവ് എ ബ്രൈറ്റർ സെൽഫ് കോൺസെപ്റ്റ്, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സെൽഫ് കോൺസെപ്റ്റും അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക, അവരുടെ ഒരു സ്ട്രോങ് ബിൽഡിംഗ് മെറ്റീരിയൽ ആണ് ആ ഒരു അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വീണ്ടും വീണ്ടും അപ്രീസിയേഷൻ കിട്ടുന്ന പ്രവർത്തികൾ ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അപ്പൊ ഒരു സാധനം കിട്ടും, മാം പറഞ്ഞ പോലെ ഒരു ഗിഫ്റ്റ് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അവർ ആ അപ്രീസിയേഷൻ കിട്ടും. അപ്രീസിയേഷൻ ഇസ് വെരി വാല്യുബിൾ ആക്ച്വലി. അപ്പൊ അപ്രീസിയേഷൻ കിട്ടും എന്നത് കൊണ്ടാണ് ആ കുട്ടികൾ അത് ചെയ്യുന്നത്, അല്ലെ സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിൽക്കുന്നത്. ഓക്കെ, ഇനി വേറൊന്ന്, ഈ ശരിക്കും ഞാൻ ക്ലാസ്സിൽ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിത്. എപ്പോഴും ലാഫ്റ്റർ ഇവോക്കിംഗ് ടോക്സ് ആണ് ഈ കുട്ടികൾക്ക് ഇഷ്ടം. തമാശ പറയുകയും അതുപോലെ തന്നെ വളരെ കൂളായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ടീച്ചേഴ്സിനോട് ഇവർക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ്. ദേ ഫീൽ ദറ്റ് ഇവർ പറയുന്നതൊക്കെ സത്യമായിരിക്കും എന്നുള്ള ഒരു ചിന്തയുണ്ട്. അപ്പൊ നമ്മൾ അവിടെ സോഷ്യൽ മീഡിയയിൽ ഇവർ കാണുന്ന റീലുകളൊക്കെ കണ്ടാൽ അറിയാം. ഇപ്പൊ ഹാഷിർ എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു ഹാഷിർ അമീൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു ത്രില്ലാണ്. ഓക്കെ, അതെന്താന്ന് ചോദിച്ചാൽ തമാശ ഇഷ്ടപ്പെടുന്നുണ്ട്, ബിക്കോസ് ദേ വോണ്ട് ടു ലാഫ്. അപ്പൊ ആ ടൈപ്പിലുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടാലും ഇഫ് വി ഹാവ് ലാഫ് ദർ ഇസ് നോ പ്രോബ്ലം. ആക്ച്വലി നമ്മൾ ഭയങ്കര സമ്മർദ്ദത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറയാണ് ശരിക്കും. അപ്പൊ എനിക്കിതിനെ ശരിക്കും അവരുടെ ഒരു കാര്യം പോസിറ്റീവായിട്ട് പറയാൻ സാധിക്കുള്ളൂ, ബിക്കോസ് ഐ എം ഡീലിംഗ് വിത്ത് ദീസ് കിഡ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, ടോക്ക് അബൌട്ട് ഹാഷിർ, ടോക്ക് അബൌട്ട് അമീൻ, ദി ആർ ഹാപ്പി. അവരുടെ ലെവലിലുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടിട്ട് നമ്മൾ പറയാം. അല്ലെങ്കിൽ അവർ പറയും, ഓ ഇവര് തള്ള വൈബാണ്, അല്ലെ തന്ത വൈബാണ്, അമ്മാവൻ വൈബാണ് എന്നൊക്കെ നമുക്ക് പറയും. അപ്പൊ ഇത്തരം ടേംസ് നമ്മൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇതേ കാര്യങ്ങൾ നമ്മളൊന്ന് ഫോളോ ചെയ്തിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു അറിവ് വെക്കുക എന്നുള്ളതാണ്. അത് സോഷ്യൽ മീഡിയയിൽ ഇവർ എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ഇപ്പം നെറ്റ്ഫ്ലിക്സിന്റെ കൺട്രോൾസ്, ഇതെല്ലാം നമുക്ക് പേരന്റൽ കൺട്രോള് കിട്ടാവുന്ന സംഗതികളൊക്കെ, കിട്ടാവുന്ന ടെക്നോളജിയൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പൊ പേരന്റൽ കൺട്രോൾ നമ്മൾ വെക്കുകയും നമ്മൾ കുറച്ചൊക്കെ അതിലേക്കൊന്ന് കാണുകയും അതിനെപ്പറ്റി അറിഞ്ഞിരിക്കുകയും ചെയ്യുന്നത് വലിയൊരു ടൂളാണ്. ബിക്കോസ് വെൻ വി ടോക്ക് അബൌട്ട് ദം, ദേ സ്റ്റാർട്ട് റെസ്പെക്ടിങ് അസ്, ദേ സ്റ്റാർട്ട് ഒബേയിങ് അസ്, നമ്മളെ ഒബേ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അവര് അതാണ് ഒരു ജനറലി ഹാപ്പി ക്രൗഡാണ് അവര്. ഇനി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ടെക്നോഫിയറൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത്
ടെക്നോളജിയുടെ ഇന്റർഫിയറൻസ് ഹാസ് ആക്ച്വലി ഡിസ്റ്റർബ്ഡ് എ ലോട്ട് ഓഫ് ഫാമിലി ഡൈനാമിക്സ്. ഫാമിലി ഡൈനാമിക്സിനെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ടെക്നോഫറൻസിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഫാമിലി ഡൈനാമിക്സിൽ അപ്പൊ നമ്മളൊരു ഷിഫ്റ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ ഷിഫ്റ്റ് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഈ അവരെ പോലെ കുറച്ച് നമ്മൾ ആവാൻ പഠിക്കണം. അവരുടെ ഒരു ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അവർ ഏത് ലോകത്താണ്? അവരുടെ ലാംഗ്വേജ് ഷോർട്ടാണ്, വെരി ഷോർട്ടാണ്. കാരണം അവരുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഇസ് വെരി ഷോർട്ട്. ടെക്സ്റ്റ് മെസ്സേജസിന്റെ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജസിന്റെ പിന്നെ ഷോർട്ട് ഫോംസ്, ഇതൊക്കെ അവരുടെ ഒരു രീതിയാണ്. യോളോ, യു ഓൺലി ലിവ് വൺസ്, ഇതൊക്കെ ഇവരുടെ ജാഗംസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഈ സാധനങ്ങളൊക്കെ നമ്മളൊന്ന് ഈ സാധനങ്ങളെ പറ്റി അവെയർ ആവുന്നത് വളരെ നല്ലതായിരിക്കും. എങ്കിലേ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ബലം പ്രയോഗിച്ച് ഇവരെ നന്നാക്കാമെന്ന് ആരും വിചാരിക്കരുത്. കാരണം they are affected by love and recognition. അവരെ വാലിഡേറ്റ് ചെയ്താലേ അവർ നമ്മളെ കേൾക്കുള്ളൂ. യു ഹാവ് ടു വാലിഡേറ്റ് ദം. ഓക്കെ, ഇനി എന്താണ്, നമ്മൾ അവരുടെ കൂടെ ഒന്ന് അഡാപ്റ്റ് ചെയ്യുക, ഒന്ന് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, അപ്രീസിയേഷൻസിൽ കൂടി അവരുടെ കോൺഫിഡൻസ് ലെവൽ ഒന്ന് കൂട്ടിക്കൊടുക്കുക. നമ്മൾ അതുവഴി നമുക്കുള്ള വാല്യൂസ്, നമുക്കൊരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട് വിച്ച് വി ഫീൽ ദാറ്റ് ദേ ആർ ഗുഡ്. അപ്പൊ ആ വാല്യൂസിന്റെ ഒരു മൂല്യച്യുതി ശരിക്കും പറഞ്ഞാൽ ഈ യങ് ജനറേഷനിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കതിനെ തിരുത്തണമെങ്കിൽ യു ഹാവ് ടു അവരുടെ നല്ല കാര്യങ്ങളിലേക്ക്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഇവർക്ക് വ്യത്യാസങ്ങളില്ല എന്നുള്ളതാണ്. നമ്മൾ റേഷ്യലായിട്ട് ചിന്തിക്കും, അല്ലെങ്കിൽ വെളുത്തത് കറുത്തത് എന്ന് ചിന്തിക്കും. അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇവർക്ക്, വിവേചനപരമായിട്ടുള്ള ചിന്തകളില്ല. വലിയവൻ ചെറിയവൻ എന്നൊന്നുമില്ല. നമ്മുടെ തലമുറയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്നോബിഷാണ്. ദേ ഡോണ്ട് ഹാവ് ദാറ്റ്. അപ്പൊ കുറെ നല്ല കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമ്മളൊന്ന് അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാല്യൂ സിസ്റ്റത്തിലേക്ക് ഇവരെ ഒന്ന് കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ സ്നേഹത്തിന്റെ, മാം പറഞ്ഞതുപോലെ, നമ്മുടെ സ്നേഹത്തിന്റെ ഒരു വലയം തീർത്ത് നമ്മൾ ഈ ഒരു ലാംഗ്വേജ് മോഡ് അഡാപ്റ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് അഡോപ്റ്റ് ചെയ്താൽ നമുക്ക് ആ ഫാമിലി ഡൈനാമിക്സ് ശരിയാക്കാൻ പറ്റും. അവിടെ എന്താ പറയുക, ഒരു ക്വാളിറ്റി ടൈം നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് പാരന്റ്സ് കാരണം എത്ര ഇൻഫ്ലുവൻസർ ടീച്ചേഴ്സ് ഉണ്ടാക്കിയാലും സ്കൂൾ ഉണ്ടാക്കിയാലും ഫൈനലി ദ പ്രോഡക്റ്റ് ദ എൻഡ് പ്രോഡക്റ്റ് ഈസ് ദ എഫേർട്ട് ഓഫ് ദ പാരന്റ്സ്. പാരന്റ്സിന്റെ എഫേർട്ട് അനുസരിച്ച് ദ ചൈൽഡ് ഇൻകൾക്കേറ്റ്സ് ദ കൾച്ചർ ഓഫ് ദ പാരന്റ്സ്. പാരന്റ്സ് കൊടുക്കുന്നതാണ് ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ആയിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ പാരന്റ്സിന്റെ ഇടയ്ക്ക് ഒരു ക്വാളിറ്റി ടൈം അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്, പാരന്റ്സ് നല്ല ലിസണേഴ്സ് ആവേണ്ടത്, പാരന്റ്സ് നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സ് ആവേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ നല്ലൊരു ക്വാളിറ്റി ടൈം നമുക്ക് ഫാമിലിക്കകത്ത് അവർക്ക് വേണ്ടി ഒരുക്കാൻ സാധിക്കണം, വിച്ച് ഇസ് മച്ച് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ കാണുന്ന സാധനങ്ങളെക്കാട്ടിലും ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം ആ കോൺവെർസേഷൻ. സോ നമുക്ക് അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി ടൈമിനെ പറ്റി സംസാരിക്കുകയാണ് അടുത്ത സ്പീക്കർ. സോ ഐ ഹാൻഡ് ഇറ്റ് ഓവർ ടു ഹിം. താങ്ക് യു. താങ്ക് യു ഉഷ മാം. നമുക്കറിയാം 10 മിനിറ്റ് 25 വർഷത്തെ എക്സ്പീരിയൻസിന് ഒന്നുമല്ല എന്നുള്ള കാര്യം. പക്ഷെ നമ്മുടെ സമയപരിധി മൂലമാണ് ഞങ്ങൾ മൈക്ക് തിരികെ വാങ്ങിയത്. സോറി മാം, നമുക്ക് ഇനിയും അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. ഐ ഹാഡ് ഫിനിഷ്ഡ്. ഓക്കെ, നമുക്കറിയാം ഡിജിറ്റൽ ലൈഫിൽ നമ്മളിപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. സ്ക്രീൻ ടൈമിൽ നിന്ന് ക്വാളിറ്റി ടൈമിലോട്ട്. ആരോഗ്യകരമായ ഡിജിറ്റൽ ലൈഫിന് മാതാപിതാക്കൾക്ക് കുറെ പങ്ക് വഹിക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ 2 സ്പീക്കേഴ്സും അതിനെക്കുറിച്ച് കുറച്ച് സംസാരിച്ചു. പക്ഷെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ക്വാളിറ്റി ടൈം എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. സ്ക്രീൻ ടൈമിൽ നിന്ന് ക്വാളിറ്റി ടൈമിലേക്ക് ആരോഗ്യകരമായ ഡിജിറ്റൽ ജീവിതത്തിന് മാതാപിതാക്കൾക്ക് ഒരു വഴികാട്ടി. ഇതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ശ്രീ അനസ് ബിൻ സബീന സാറാണ്. സൈക്കോളജിക്കൽ കൗൺസിലർ ആണ്, സോഫ്റ്റ് സ്കിൽസ് ട്രെയിനറും പബ്ലിക് സ്പീക്കറുമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അനസ് സാറിനെ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഹലോ, ഗുഡ് ഈവനിങ് എവരിവൺ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സാർ. അപ്പോൾ 2 സെഷനും വളരെ മനോഹരമായ രീതിയിൽ കഴിഞ്ഞു. എല്ലാവരും കുറെ പോയിന്റുകളൊക്കെ കിട്ടി. നമുക്കറിയാവുന്ന പോയിന്റുകളിലാണെങ്കിലും അതിനോടൊപ്പം തന്നെ ഒരുപാട് എക്സ്ട്രാ പോയിന്റുകൾ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ 2 സെഷനിൽ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ ഒരു സെഷനിൽ അവസരം തന്ന ഈ ട്രാൻസ്പെയറിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സ്പെഷ്യലി താങ്ക്സ് പറയാണ്. കാരണം ഇന്നത്തെ തുടക്കത്തിൽ തന്നെ ഇൻട്രോയിൽ മാം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഏകദേശം 15ഓളം ആൾക്കാർ ചേർന്നിട്ടാണ് ഈ ഒരു സെഷൻസ് കൈകാര്യം ചെയ്യുന്നതെന്ന്. അപ്പൊ ഇന്ന് സമയത്തിന്റെ ഏറ്റവും വലുതെന്ന് പറയുന്നത് സമയമാണല്ലോ. നമ്മുടെ സമയം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അത്രത്തോളം വലിയ കാര്യം വേറെ ഒന്നുമില്ല.
അപ്പൊ ആ സമയം കളഞ്ഞിട്ട് സമൂഹത്തിലൊരു നന്മ എന്നുള്ളൊരു രീതിയിലേക്ക് ഇതേപോലെ ക്ലാസ്സുകൾ, വെബിനാറുകളൊക്കെ സംഘടിപ്പിക്കുന്നതിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഇവിടെ ഇഷ മാം സൂചിപ്പിച്ച പോലെ തന്നെ ഇതുവരെ നമുക്കുണ്ടായിരുന്ന സ്ക്രീനിന്റെ ടൈമിന്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ആയിഷ മാമും ഇഷ മാമും വളരെ വ്യക്തമായ രീതിയിൽ സൂചിപ്പിച്ചു. ഇനി ഇതെങ്ങനെ നമുക്കൊരു ക്വാളിറ്റി ടൈം ആയിട്ട് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, യെസ് ഞാൻ യെസ് ജസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്യണേ. എല്ലാവരും കാണാൻ സാധിക്കുന്നുണ്ടോ? ആരെങ്കിലും ഒരാള്? ആകുന്നുള്ളൂ സാറേ, വെയിറ്റ്. ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഓക്കെ. ഓക്കെ. നമ്മൾ എങ്ങനെയാണ് ഒരു സ്ക്രീൻ ടൈം നമുക്ക് ഒരു ബെറ്റർ ഒരു ക്വാളിറ്റി ടൈം ആയിട്ട് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് നമുക്ക് മനസ്സിലായി സോഷ്യൽ മീഡിയയുടെ പ്രോബ്ലംസ്, അതുപോലെ തന്നെ സ്ക്രീൻ ടൈം കൂടിയാലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഒരിക്കലും പാടെ ഒഴിവാക്കി മാറ്റാതെ എങ്ങനെ ഒരു ക്വാളിറ്റി ആയിട്ട് മാറ്റാവുന്നത്. നമുക്കറിയാം, ഇന്ന് ഈ ഒരു ദിവസം പോലും നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാലും ന്യൂസുകൾ തുറന്നു നോക്കിയാലും ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവമാണ് ഈ ഡൽഹിയിൽ CJP എന്ന് പറയുന്ന ഒരു പാർട്ടി സംബന്ധമായിട്ട് നടക്കുന്ന കുറെ പ്രോബ്ലംസ് നെറ്റുമായിട്ട് സംബന്ധിച്ച് നടക്കുന്നത് അല്ലേ? നമ്മളെല്ലാവരും ന്യൂസിൽ കണ്ടു കാണുമായിരിക്കും. ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ ഒരു CJP എന്ന് പറയുന്ന ഒരു പാർട്ടി എങ്ങനെയാണ് ഫൗണ്ട് ചെയ്തത്? വളരെ ചുരുങ്ങിയ സമയമായിട്ടുള്ള അല്ലേ, ഏകദേശം മെയിലാണെന്ന് തോന്നുന്നു ഈ ഒരു CJP പാർട്ടി ഫൗണ്ട് ചെയ്തതും. അത് സംബന്ധിച്ച് ഇന്ന് നെറ്റിൻ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്ക് ഇത്രത്തോളം വലിയ പ്രക്ഷോഭമായിട്ട് മാറി നിൽക്കുന്നത് ഇതൊരു സോഷ്യൽ മീഡിയ കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. വളരെ വർഷങ്ങൾ കൊണ്ട് പഴക്കമുള്ള പല പാർട്ടിക്കാരും ചേർന്നിട്ട് നടക്കാത്ത പല കാര്യങ്ങളും ജസ്റ്റ് ഒരൊറ്റ ക്ലിക്കില് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് നമുക്ക് മുന്നിൽ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. അപ്പം ഇതൊക്കെ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്ക്രീൻ ടൈം ഒരു ക്വാളിറ്റി ടൈമിലേക്ക് മാറ്റാം എന്നുള്ളതാണ്. ഇപ്പൊ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് നമുക്കറിയാം, ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹസ്ബൻഡ് വൈഫ് അല്ലെ, അവർ നിരന്തരം ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരിക്കാം, അല്ലെ നേരിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കാം, വീട്ടിൽ സമയം ചെലവഴിക്കുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ 4 മണിക്കൂറുകൾ വീട്ടിലുണ്ടായിരിക്കാം, 12 മണിക്കൂർ വീട്ടിലുണ്ടായിരിക്കാം. പക്ഷെ ഇതൊക്കെ ഒരു ക്വാളിറ്റി ടൈം ആവണമെന്നുണ്ടോ? ഇന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ജസ്റ്റ് ഫോണിൽ വിളിക്കുന്ന 2 പേര് തമ്മിൽ പോലും IMO, ബോട്ടിൻ പോലെയുള്ള പല ആപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഫ്രണ്ടിൽ കോൾ വിളിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അതിന്റെ ബാക്കിൽ നമ്മൾ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം പോലുള്ള പല ആപ്പുകളിലും പോയി യൂസ് ചെയ്യുന്നുണ്ട്. പുറത്ത് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളായിരിക്കും. അതൊരു ക്വാളിറ്റി ടൈം ആണോ? അല്ല അല്ലേ, ഒരിക്കലും അല്ല. കാരണം ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണെങ്കിൽ പോലും നമ്മൾക്ക് ഓപ്പോസിറ്റ് ഉള്ള നമ്മുടെ ആ ഒരു വ്യക്തിയോട് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ അറ്റൻഷൻസ് എല്ലാം കൊടുക്കുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ ക്വാളിറ്റി ടൈം എന്നുകൊണ്ട് സൂചിപ്പിക്കാൻ പറ്റുന്നത്. അത് കുട്ടികളിലായാലും ശരി, വലിയവരിലായാലും ശരി, ഫ്രണ്ട്സിന്റെ ഇടയിലായാലും ശരി, ആരുടെ ഇടയിലായാലും ക്വാളിറ്റി ടൈം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റുഡൻസിന്റെ സ്ക്രീൻ ടൈം CDC പഠനം നടത്തിയതനുസരിച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വളരെ 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 10 മിനിറ്റ് കൊണ്ട് ഈ ഒരു ടോപ്പിക്ക് തീർക്കാൻ പറ്റുന്നതല്ല എന്ന് നിങ്ങൾക്കും അറിയാം. എങ്കിലും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനകത്തോട്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. സ്റ്റുഡൻസിന്റെ സ്ക്രീൻ ടൈമും മെന്റൽ ഹെൽത്ത് റിസ്കുമായിട്ട് ബന്ധപ്പെട്ട പഠനം നടത്തിയതനുസരിച്ചിട്ട് ഏകദേശം ടീനേജേഴ്സിന്റെ പഠനത്തിൽ 50% മുകളിലുള്ള കുട്ടികളും 4 മണിക്കൂറിൽ കൂടുതലോ ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. അങ്ങനെ പഠനം നടത്തിയ ഈ 4 മണിക്കൂറിൽ കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്ന കുട്ടികളിൽ 27% ആങ്സൈറ്റി ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അതേപോലെ 25% എബോ അവർക്ക് ഡിപ്രഷനും ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഫോണിന്റെ യൂസ് കൂടുന്നതനുസരിച്ച് കുട്ടികൾക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള പല ഡിസോർഡേഴ്സും മെന്റൽ ഡിസോർഡേഴ്സും വരുന്നുണ്ട് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. അത് ഓരോ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ ആ മണിക്കൂറുകൾക്കനുസരിച്ച് അതിന്റെ റിസ്കുകൾ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ അത് ഓരോന്നും എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികളോ നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും കുട്ടികളോ ഈ 4 മണിക്കൂറോ അതിന് കൂടുതലോ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ട് എങ്കിൽ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ മെന്റൽ ഡിസോർഡേഴ്സിന് കാരണമാകുന്ന ഒരു കേസാണ്. നെക്സ്റ്റ് നമുക്ക് ഈ ഏജ് അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഈ സ്ക്രീൻ ടൈം യൂസ് ചെയ്യേണ്ടത് എന്നുകൂടെ നോക്കാം. ഏകദേശം 1.5 വയസ്സ് അഥവാ 18 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരു കാരണവശാലും ഫോൺ യൂസ് കൊടുക്കാൻ പാടില്ല. അവർക്ക് ക്വാളിറ്റി ടൈം എന്നല്ല, ഫോൺ യൂസേജ് ചെയ്യാൻ പാടില്ല. നമുക്ക് അത്യാവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫോൺ നമ്മുടെ വേണ്ടപ്പെട്ട ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ കോൾ വിളിക്കുമ്പം വീഡിയോ കോൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം.
അവരെ ജസ്റ്റ് ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനും ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനും കുട്ടികൾക്ക് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ കോൾ വിളിച്ചിട്ട് കുട്ടികൾക്ക് ഫോണിൽ കാണിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലാതെ കുട്ടികളുടെ ഫയൽ ഫോൺ കൊടുക്കാനേ പാടില്ല. ഇന്ന് 1.5 വയസ്സുള്ള കുട്ടികൾ പോലും യൂട്യൂബ് വീഡിയോസ് കാണുകയും അവർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺസുകളെല്ലാം സ്കിപ്പ് ചെയ്ത് വിട്ടിട്ട്, ഇഷ്ടമല്ലാത്തത് സ്കിപ്പ് ചെയ്ത് വിട്ടിട്ട് ഇഷ്ടമുള്ളത് വാച്ച് ചെയ്ത് അതിന്റെ 1.5x വിട്ടിട്ട് കുട്ടികൾ തന്നെ കാണുന്നത് നമ്മുടെ കൺമുന്നിൽ കാണാൻ പറ്റുന്ന കാഴ്ചയാണ്. അപ്പൊ കുട്ടികൾക്ക് അത്രത്തോളം ഇൻസ്റ്റന്റ് ഹാപ്പിനെസ് ഈ സോഷ്യൽ മീഡിയാസും അതുപോലുള്ള പല ആപ്പുകൾക്കും കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. അത് വലിയൊരു അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ 18 മുതൽ 24 വയസ്സ് വരെയുള്ള ആ ഒരു പ്രായമുള്ള കുട്ടികൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാരന്റ്സിന്റെ സപ്പോർട്ട് കൂടി മാത്രം ഫോൺ കൊടുക്കുക. 2 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പെർ ഡേ മാക്സിമം 1 മണിക്കൂർ, അതും ക്വാളിറ്റി കണ്ടന്റ് മാത്രമായിരിക്കണം, അതും വിത്ത് പാരന്റ്സോട് കൂടി. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാക്സിമം 1.5 ഹവർ, അതും ഈ പറയുന്ന പോലെ ഉറക്കത്തിനെയോ പഠിത്തത്തിനെയോ ബാധിക്കാത്ത രീതിയിൽ മാത്രമായിരിക്കും ഫോൺ കൊടുക്കേണ്ടത്. 13 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാക്സിമം 2 മണിക്കൂറിൽ കൂടുതൽ അവർക്ക് പഠന ആവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് ഫോൺ കൊടുക്കാം. പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ കേൾക്കാനോ മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ കൂടുതൽ സമയം ഫോൺ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് ക്ലാസിന്റെ ഒക്കെ ഡിപ്പെൻഡന്റ് അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ ചുറ്റിനുമുള്ള കുട്ടികൾക്കോ ഏത് പ്രായത്തിലാണ് അതനുസരിച്ചിട്ട് അവരുടെ ഫോണിന്റെ യൂസേജ് നോക്കുക. ഫോണിന്റെ യൂസേജ് നോക്കാൻ വേണ്ടിയിട്ട് ഫോണിനകത്ത് തന്നെ പലതരത്തിലുള്ള ആപ്പുകളും ഇൻപുട്ട് ആയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് നമുക്ക് അറിയാൻ സാധിക്കും ഏതൊക്കെ ആപ്പുകൾ എത്രയൊക്കെ സമയം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു ടെക്നിക്കാണ്. നമ്മൾ എങ്ങനെയാണ് സ്ക്രീൻ അഡിക്ഷൻ കുറയ്ക്കേണ്ടത്. അതിന് ബാറ്റ്സ് എന്നുള്ളൊരു ടെക്നിക്ക് ഓർത്ത് വെക്കുക. ബി എന്ന് പറയുന്നത് ബോർഡം, അതായത് ബോർ അടിക്കുമ്പോഴാണ് കുട്ടികൾ ഫോൺ യൂസ് ചെയ്യുന്നത്. ആ ബോർ അടിക്കുന്ന സമയത്ത് അവർക്ക് ബോർ അഡിക്ഷൻ മാറ്റാൻ ഫോൺ അല്ലാതെ വേറെ എന്തൊക്കെ ക്രിയേറ്റിവിറ്റീസ് ഉണ്ട് എന്ന് നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് കൊടുക്കാൻ നോക്കുക. പിന്നെ ആൾട്ടർനേറ്റീവ്സ്, ഫോൺ അല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫോണിന് പകരം ഈ കുട്ടികൾക്ക് ആ ഒരു ടൈം അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം സമയത്തിന്റെ പരിമിതികളുണ്ട്. നെക്സ്റ്റ് നമ്മൾ ടൈം ആൻഡ് പാറ്റേൺ ബ്രേക്കിംഗ്, T4 ടൈം ആൻഡ് പാറ്റേൺ ബ്രേക്കിംഗ്. നമ്മൾ സ്കൂൾ വിട്ട് കഴിഞ്ഞ് ഉടനെ ബാഗ് എടുത്ത് എറിഞ്ഞ് ദൂരെ ഇട്ടിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന സ്വഭാവങ്ങളൊക്കെ പല കുട്ടികൾക്കും ഉണ്ട്. അത് മാറ്റിയതിന് ശേഷം നമ്മൾ ആ ഒരു ടൈം വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യുക. അതേപോലെ തന്നെ ബെഡ് സ്പേസിൽ ഫോൺ യൂസ് ചെയ്യുന്ന പരിപാടിയും സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ സപ്പോർട്ട് ആൻഡ് സറൗണ്ടിങ്സ്, എപ്പോഴും ഫാമിലീസ് പെർ ഡേ അവരുടെ കൂടെ എപ്പോഴും സപ്പോർട്ട് കൊടുക്കുക. അവർക്ക് ചുറ്റിനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഓപ്പൺ ഡിസ്കഷൻസ് നടക്കുക. അങ്ങനെ വ്യക്തമായ രീതിയിൽ ഇന്ന് ആയിഷ മാം ആ ഒരു കാര്യങ്ങളെ പറ്റി നമ്മൾ സൂചിപ്പിച്ചു. ഇഷ മാം കമ്മ്യൂണിക്കേഷൻസിനെ പറ്റി പ്രാധാന്യം ഒക്കെ പറഞ്ഞ് നമുക്ക് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ഇത് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് വേറൊരു ടെക്നിക്ക് നോക്കാം. 3R ആണ്. റീപ്ലേസ്, റീകണക്ട് ആൻഡ് റോൾ മോഡൽ. റോൾ മോഡലിന്റെ കേസ് ഓൾറെഡി മാം സൂചിപ്പിച്ചിട്ടുള്ളതുമാണ്, നമുക്ക് പലർക്കും ഇവിടെ അറിയാവുന്നതാണ്. പാരന്റ്സ് ആണ് ആദ്യം മാറേണ്ടത് എന്നുള്ളത്. അതിനെപ്പറ്റി സംസാരിക്കാനാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ജസ്റ്റ് ചെറിയൊരു രീതിയിൽ മാത്രം സൂചിപ്പിച്ചിട്ട് വിടുകയാണ്. നെക്സ്റ്റ് റീപ്ലേസ് ആണ്. നമുക്ക് ഫോൺ ഇപ്പൊ നേരത്തെയൊക്കെ നമ്മൾ മനസ്സിലാക്കി ഫോൺ മാറ്റി വെച്ചിട്ട് പല കാര്യങ്ങളിലും പോവുക, പല കാര്യങ്ങളിൽ ഇടപെടുക, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു ഫാമിലി ആയിട്ട് നോക്കുക, സോഷ്യൽ ഇന്ററാക്ഷൻസ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് ഫുള്ളെ പറ്റുന്നതല്ല. കുട്ടികളുടെ അടുത്ത് ഫോൺ മാറ്റി വെച്ചിട്ട് നേരെ പോയി ഫാമിലി ആയിട്ട് സമയം ചെലവഴിക്കാൻ പറഞ്ഞ് അവർ കേൾക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് ഫോൺ തന്നെ നമുക്കൊരു ക്വാളിറ്റി ടൈം ആയിട്ട് മാറ്റാം എന്നുള്ളതാണ് ഈ റീപ്ലേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ആക്ടിവിറ്റീസുകൾ ചെയ്യാനുള്ള പലതരത്തിലുള്ള ആപ്പുകളും ഇന്ന് ഫോണിലുണ്ട്. ക്യാൻവ, ക്യാപ് കട്ട്, അങ്ങനെ തന്നെ സ്റ്റോറി ടെല്ല്, അങ്ങനെ കഥകൾ കേൾക്കാന്, അവരുടെ ക്രിയേറ്റിവിറ്റീസ് ക്രിയേറ്റ് ചെയ്യാന്, പഠനം നടത്താൻ വേണ്ടിയിട്ട്, ലാംഗ്വേജുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആപ്പുകൾക്ക് കൂടുതൽ സമയം കൊടുക്കുക എന്നുള്ളതാണ്. അത്യാവശ്യം വലിയ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവരെ കൊണ്ട് ആ ഫോണിൽ ചെയ്യിപ്പിച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു നോളജും ആവും, അവർക്ക് ആ ഫോൺ യൂസ് കുറയുകയും ചെയ്യും, നമ്മുടെ കാര്യങ്ങൾ കുറേയൊക്കെ നടക്കുകയും ചെയ്യും. പിന്നെ റീകണക്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ചാർജ് ചെയ്യാൻ ഫോൺ ഇടുമ്പോഴത്തേക്കും ഫോൺ കറക്റ്റ് കണക്ട് ആയില്ല എങ്കിൽ നമ്മൾ രണ്ടാമത് റീകണക്ട് ചെയ്യത്തില്ലേ? ആ വാക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാത്ത പല കാര്യങ്ങളും നമ്മൾ വീണ്ടും റീകണക്ട് ചെയ്യുക. അതിലാണ് ടൈം ടേബിളിൽ അത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ബെഡ്റൂമിൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക, ടേബിളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു റീകണക്റ്റിനകത്ത് വരുന്ന കേസാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അവസാനമായിട്ടൊരു പോയിന്റോടെ ഞാൻ പറഞ്ഞു നിർത്താം.
നമ്മൾ റിവാർഡ് സിസ്റ്റം കൊണ്ടുവരിക. എപ്പോഴും കേട്ടിട്ടുണ്ട് എന്ത് റിവാർഡ് സിസ്റ്റം ആണ്. ഇതിനകത്തെന്ന് പറയുന്നത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. ചെറിയ സ്റ്റാർ, ടോക്കൺ പോലുള്ള പല സംഭവങ്ങളും കിട്ടും. ഇത് വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ വെക്കുക. ഇത് വാങ്ങിച്ച് വീട്ടിൽ വെച്ചതിന് ശേഷം നമ്മൾ കുട്ടികൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യാൻ പറയുക. ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലും ജോലികൾ, ചെടി നടുക, അല്ലെ വെള്ളം ഒഴിക്കുക, മറ്റു കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പം അവർക്ക് ഇത്ര ടോക്കൺ കൊടുക്കുക. ആ ടോക്കൺ കിട്ടുന്നതനുസരിച്ചിട്ട് അവർക്ക് ഫോൺ യൂസ് ചെയ്യാനുള്ള അനുവാദം മാത്രം കൊടുക്കുക. അപ്പൊ ഒരു 10 ടോക്കൺ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിനക്കൊരു 20 മിനിറ്റ് ഫോൺ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ തരാം. അപ്പൊ ആ 10 ടോക്കൺ കിട്ടാൻ എന്ത് ചെയ്യണം? വീട്ടിലുള്ള പല കാര്യങ്ങൾ നമ്മൾ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർക്ക് കൊടുക്കുക. അപ്പൊ അവർക്ക് ഒരു ഇൻസ്റ്റന്റ് ഹാപ്പിനെസ് വരുന്നതിന് പകരം എന്തോ കാര്യങ്ങൾ ഞാൻ ചെയ്തതിന്റെ റിസൾട്ട് ആയിട്ടാണ് എനിക്ക് ഈ ഫോൺ യൂസ് ചെയ്യാൻ പെർമിഷൻ കിട്ടിയത് എന്നുള്ളത് അവരുടെ മൈൻഡിൽ കയറും. അപ്പൊ ആ ഇൻസ്റ്റന്റ് ഹാപ്പിനെസ് കുറേയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഈ ഒരു ടോപ്പിക്കില് നമ്മൾ നോക്കുമ്പം ചെറിയ ഒരു വയസ്സ് മുതൽ ഏകദേശം 18 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയാനുള്ളത്. ഓവറോൾ ഒരു സ്ട്രക്ചർ ആണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ടൈം ആയിട്ടുണ്ട്. തന്നിട്ടുള്ളത്. ഓക്കെ, ഓവറോൾ സ്ട്രക്ചറാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ തന്നത്. അപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഡിസ്കഷൻ ഗ്രൂപ്പിലേക്കാണ് പോകാൻ പോകുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് സംസാരിക്കാനും നമുക്ക് ഓപ്പൺ ഡിസ്കഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് റസ്മി മാം നമുക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി തരും. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ മൈക്ക് റസ്മി മാമിനെ കൈമാറുന്നു. താങ്ക് യു മാം. താങ്ക് യു എവരിവൺ. താങ്ക് യു സർ. നമുക്കറിയാം സമയപരിമിതി മൂലം നമ്മൾ അവസാനിപ്പിക്കേണ്ടിയാണ്. ഓക്കെ, നമുക്കിനി ബ്രേക്ക് ഔട്ട് റൂമാണ്. നമ്മൾ ഇപ്പോ നമ്മുടെ കൂടെയുള്ള പാനലിസ്റ്റുകളായിട്ട് നമുക്ക് സംവദിക്കാനുള്ള അവസരം അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ഔട്ട് റൂമിലോട്ട് പോകുന്നതിന് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമുക്കറിയാം ഇന്നിപ്പോ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ. ഇതിന്റെ വെളിച്ചത്തിലുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾക്കുള്ള ആശയങ്ങൾ. നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ടാവും, ചിലപ്പോൾ ഡൗട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള, നമുക്ക് ഇതിനേക്കാളും കൂടുതൽ കുറച്ചുകൂടി പറയാനുണ്ട്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനായിട്ടുള്ള ശ്രദ്ധിക്കുക. എന്നുവെച്ചാൽ നമുക്ക് സമയപരിമിതി ഉണ്ട്, എല്ലാവർക്കും അവസരം കിട്ടണം. ഇപ്പോൾ ഒരു ടീമിൽ ഒരു അറൌണ്ട് 10 മെമ്പേഴ്സ് എന്തായാലും വരും, 10 to 11 വരും. അപ്പോൾ നമ്മൾ അവര് എല്ലാവർക്കും അവസരം കിട്ടണം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. പറയുന്നവര് അതിനനുസരിച്ച് ക്രിസ്പായിട്ട് നിങ്ങളുടെ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മളിപ്പോ കാണുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ ഫിഫ വേൾഡ് കപ്പും എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? വേൾഡ് കപ്പൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. വളരെ നമുക്ക് എന്താ പറയാ, ഒട്ടും പ്രതീക്ഷിക്കാതെ എന്നാൽ പ്രതീക്ഷിച്ചിരുന്ന ചാമ്പ്യനെ കിട്ടിയൊരു കളിയാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യുവാക്കളാണ് അവിടെ നിറഞ്ഞാടിയത്. എന്തൊക്കെ പറഞ്ഞാൽ അർജന്റീന ഫാൻസ് ഇവിടെ ഉണ്ടാവും, ക്ഷമിക്കുക. എന്നാലും നോക്കിയാൽ നമ്മൾക്കറിയാം എത്രയോ നന്നായിട്ട് കളിച്ചൊരു യുവജനതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഡിജിറ്റൽ വേൾഡിലെ കുട്ടികൾ തന്നെയാണ് ഇവരെല്ലാവരും. അതോടൊപ്പം തന്നെ നമുക്ക് ആലോചിക്കും, നമ്മളിപ്പോ കാണുന്ന വലിയൊരു പ്രശ്നമാണ്. സാറ് സൂചിപ്പിച്ചു ഡൽഹിയിലത്. എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതിനെതിരെ എന്തെങ്കിലും ഒരു വാക്കുകൾ പ്രതികരിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ മനസ്സിലെങ്കിലും തോന്നിയിട്ടുണ്ടാവാം പ്രതികരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കുക. ഇന്നിപ്പോ നമുക്ക് എന്താ ഡൽഹിയിൽ സംഭവിച്ചേക്കുന്നത്? നമ്മൾ ഡിജിറ്റൽ വേൾഡിലാണെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ ഡൽഹി പൂർണ്ണമായിട്ടും പഴയൊരു പടിയിലാണ് നടക്കുന്നത്. ഡിജിറ്റൽ ഇല്ല, എല്ലാ ഡിജിറ്റൽ സേവനങ്ങളും കട്ട് ചെയ്തേക്കാണ്. രാജ്യ തലസ്ഥാനത്ത് ഇന്ന് ഒന്നുമില്ല, ശരിക്കും പറഞ്ഞാൽ ഇന്റർനെറ്റ് ഇല്ല. നമുക്കറിയാം ഫുഡ് പോലും ഓൺലൈനിലാണ് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നത് പലരും. എന്റെ ഫ്രണ്ട്സ് പലരും ഇപ്പൊ ഞാനും ഫുഡ് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെയൊക്കെ ടാഗ് ലൈൻ നമുക്കൊക്കെ കണ്ടിട്ടുണ്ട്. കുറെ പേര് ഇങ്ങനെ അയച്ചു, ഞങ്ങൾ ഓർഡർ ചെയ്തു, നിങ്ങൾ ഓർഡർ ചെയ്തു എന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മൾ അത്രയും പോയില്ല, എന്നാലും ഞാനും എന്റെ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. മാം റൂം ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓരോരുത്തർ ഓക്കെ, പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് റൂം ഓപ്പൺ ആണ്, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കാം. ഓരോരുത്തർക്കും ബ്രേക്ക് ഔട്ട് റൂമിന്റെ ഇൻവിറ്റേഷൻ ഉണ്ടാവും, അതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് ബ്രേക്ക് ഔട്ട് റൂമിലോട്ട് പോകാവുന്നതാണ്. മാം എന്റെ റൂം ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ തരാമോ? ഓക്കെ, റസാഖ് സാർ സാറിന്റെ മെയിൻ റൂം തന്നെയാണേ. സാറിന് ശരി, നമ്മൾ ഒരുമിച്ച് ആയിട്ടില്ല ഈ അല്ലേ? റൂമിലോട്ട് ഒരു എന്റെയോ മിനിറ്റ്, സാർ? ഒരു മിനിറ്റ് പറയാട്ടോ. പറയാം. ഓക്കെ. ഇനി വളരെ
ഒരു 7 പേരും കൂടി പോവാൻ എൻ്റെ ഗ്രൂപ്പിൽ നിന്ന്. മാം ഇത് എങ്ങനെയാ പോകുന്നതെന്നൊന്ന് പറഞ്ഞു തരണേ. അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് മെസ്സേജ് വരും മാം. അപ്പൊ അത് ക്ലിക്ക് ഓക്കെ. ചെയ്തിട്ട് അവിടെ എന്റേത് റെഡി ആയിട്ടുണ്ടോ? മാം മെയിൻ റൂമിൽ തന്നെയാണ് നിൽക്കുന്നത്. അനസ് സാറ് സെക്കൻഡ് റൂമിലോട്ട് അതെ. ചേഞ്ച് ആയി. ഇഷാമാം ഉണ്ടോ ഇവിടെ? ഇഷാമാം ഉണ്ടല്ലോ. നമ്മുടെ മെയിൻ റൂമിലുണ്ടല്ലോ അല്ലേ? ഓക്കെ ഉണ്ട്. മാമിന്റെ പേരെന്തായിരുന്നു ഇതിട്ടത്? ആയിഷ എന്നാണോ? ഇഷ ഇസ്മായിൽ ISH. ഓക്കെ. ഓക്കെ, നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കുന്നുണ്ടേ? ഉം. ഹലോ സാർ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. മാം സാർ കണ്ടിന്യൂ. മെസ്സേജ് ഞാന് ഇതിലേക്ക് മെയിനിൽ തന്നെ ഇരിക്കുകയാണേ. ഇഷാമാമാണോ? ഞാൻ ജോളി മാം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? ഓക്കെ. മെയിനിൽ ഞാനാണ് ഇരിക്കുന്നത് ഇപ്പോ, അല്ലേ? ഐഷ മാമും ഇഷ മാമും മെയിൻ റൂമിൽ തന്നെയുണ്ട് അല്ലേ? യെസ്. ഒരാള് ബ്രേക്ക്ഔട്ട് റൂമിലോട്ട് ഇൻവിറ്റേഷൻ ഇപ്പൊ വരും. ആയിഷാമാം പോയില്ലേ? പോയല്ലോ. ഇല്ല, ഞാനുണ്ടല്ലോ ഇവിടെ. ഞാൻ അല്ല, മെയിനിലുണ്ട്. ആയിഷാമാം മെയിനിൽ തന്നെയാണ്. അല്ല, ഇഷ ഇഷാമാം മാം പോയില്ലേ? ഇഷാമാം പോയി. ഓക്കെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താട്ടോ. സ്റ്റാർട്ട് ചെയ്യേ. ഹലോ മാം, കണ്ടിന്യൂ ചെയ്തോളൂ. ഹലോ. ഹലോ ജോളി മാം, കണ്ടിന്യൂ ചെയ്തോളൂ പറഞ്ഞത്. ഹലോ മാം, എന്റെ റൂം അറിയില്ല, മെസ്സേജ് അല്ലല്ല, വന്നിട്ടില്ല. ഇവിടെ തന്നെ മെയിൻ റൂമിൽ തന്നെയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ പേര് ഞാൻ ലീലാമ്മ എന്നുള്ളത് എന്റെ ഒഫീഷ്യൽ നെയിം. അത് ചേഞ്ച് ചെയ്തനി, അതുകൊണ്ടാണോ എന്നുള്ള ഡൗട്ട് ഉണ്ട്, ചോദിച്ചു. ഇല്ല, നമ്മള് മെയിൻ റൂമിലുള്ളവർ ഇവിടെ തന്നെയുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ചർച്ച ചെയ്യാവുന്നതാണ്. രശ്മി മാം പിന്നെ ഇത് ചെയ്തോട്ടോ. എല്ലാവരുടെ അടുത്ത് അഭിപ്രായങ്ങൾ ചോദിച്ചു. മാം കോർഡിനേറ്റ് ചെയ്തോളൂ. ഓക്കെ, നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത വിഷയങ്ങളെ കുറിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. നമുക്ക് ഇതിനോട് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാണ്ട് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞു, വളരെ ചുരുങ്ങിയ സമയം നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ വളരെ ക്രിസ്പായിട്ട് നിങ്ങൾ അത് അവതരിപ്പിക്കുക. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളാം. ഹലോ. ഓപ്പൺ. ഹലോ. ഹലോ. ഹലോ മാം, കേൾക്കാം. പറഞ്ഞോളൂ. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്ന ആയിഷ മാമിനോടും ഇപ്പോൾ സംസാരിക്കാവുന്നതാണ്. ഓരോ ഓഡിയൻസിന്റെ ടൈമാണ്, ഓഡിയൻസിന്റെ ടേൺ ആണ്. നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് പറയൂ. നമുക്ക് സമയം കുറവാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം ഓരോരുത്തരും നമ്മുടെ പറയാനുള്ള മടിയൊന്നും വേണ്ട. എല്ലാവർക്കും ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഹലോ. നിങ്ങൾക്ക് സംശയങ്ങളാണോന്നില്ല, നിങ്ങൾക്ക് ഇതിനോട് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്ത് പറയാനായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളായിരിക്കാം, നിങ്ങളുടെ ചിന്താഗതികൾ, എന്തും നമുക്ക് പറയാവുന്നൊരു വേദിയാണ്. സെൽഫ് എക്സ്പീരിയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്റെ പാരന്റ് എന്ന നിലയിൽ എനിക്ക് എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ എന്റെ എക്സ്പീരിയൻസ് ആവാം. നിങ്ങളുടേതായ ഇഷ്ടം നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അവിടെ വളരെ കുറച്ച് ടൈം ഉള്ളൂ എന്ന് ഞാൻ പറയുന്നു ഇപ്പോഴും. തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കാം നാളെ മുതൽ നമുക്കും കുട്ടികൾക്കിടയിലുള്ള പല കാര്യങ്ങളിലും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കൂ. നിങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് പലതും നമുക്കും നേടിയെടുക്കാനുണ്ടാവും. എല്ലാവർക്കും ഒരു ഇൻസൈറ്റ് പോലെ നമുക്കിത് ഉപയോഗപ്പെടുത്താം.
അതെ അതെ. ജോളി മാം ഉണ്ടല്ലോ, ജോളി മാം എന്തോ ചോദിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പറഞ്ഞോളൂ മാം. ഒരുപാട് ഡൗട്ട്സ് ചോദിക്കാനും ആഡ് ഓൺ ചെയ്യാനും ഇരിക്കുന്നതുകൊണ്ടാണ് സാർ ഒന്നും പറയാതിരുന്നത്. മാമിന് കംപ്ലീറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ലല്ലോ. ആ ടൈം കിട്ടാതിരുന്ന ബാലൻസ് ഇപ്പോൾ ഈ ടൈം ഇങ്ങനെ ഇടയ്ക്ക് ബ്രേക്ക്ഔട്ട് ഉള്ള സമയത്തൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നല്ലതായിരിക്കും. അതുപോലെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയെ പറ്റി മാം പറഞ്ഞത് കുറേയും കൂടെ ഒരുപാട് വാസ്റ്റ് പറയാനുണ്ടല്ലോ. മാമിന്റെ ഒപ്പീനിയൻ ഇനിയും ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ചുകൂടെ ഇപ്പൊ കിട്ടുന്ന ഈ ടൈമിലൊന്ന് പറഞ്ഞു തന്നെ ഞങ്ങൾക്കത് ജോളി ഹെൽപ്പ്. മാം, അത് നമ്മള് തീർച്ചയായും. വേറൊരു അവസരത്തിൽ നമ്മള് മാമിന് വേണ്ടി ഒരു സെഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ആവശ്യപ്പെട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾക്ക് വളരെ ലിമിറ്റഡ് ടൈമാണ് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടയ്ക്കേറി സംസാരിക്കുന്നത്. നമുക്കറിയാം കുഴപ്പമില്ല. ടൈം ഓൾറെഡി 9 മണി കഴിഞ്ഞു. എല്ലാവരും നാളത്തെ സ്കൂളിൽ ഇപ്പൊ നമുക്കറിയാം പാരന്റ്സ് ആണ് സ്കൂളിൽ കുട്ടികൾക്ക് വിടണം, ഇതെല്ലാം ചെയ്യേണ്ട ആൾക്കാരുണ്ടാവും. നമ്മുടേതായ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള എന്തെങ്കിലും ആശയങ്ങൾ പങ്കുവെക്കാനോ എല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ടൈമിൽ. അതിനുള്ള ടൈം ഇല്ലല്ലോ മാം. അതുകൊണ്ട് ഇപ്പൊ അല്ല, ഇത്രയും ടൈം ഫ്രീ ആയിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൂടെ ആഡ് ഓൺ ഓക്കെ, ചെയ്താൽ അല്ല, അത് നമുക്ക് വേറൊരു സെഷൻ നമുക്ക് വെക്കാവുന്നതാണ്. ഇതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ നമ്മൾക്ക് മാത്രമല്ല എല്ലാവർക്കും കേൾക്കാനുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഈ ഗ്രൂപ്പിലുള്ളൂ. ഇപ്പൊ നമ്മളൊരു 10 പേര് 14 പേരുള്ളൂ. മാമിനെ പോലുള്ള ആൾക്കാർ ഓക്കെ. നമ്മുടെ ഗ്രൂപ്പിൽ കിട്ടാന്നുള്ള വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അവസരമാണ്. ഓക്കെ. താങ്ക് യു മാം. പിന്നെ പിന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, ജുവൽ മാം, റാണി മാം. മാം പറഞ്ഞ പോലെ എനിക്ക് ഫാമിലി ജോലും ബ്രേക്ക് കണക്ഷൻ ആവുന്നുണ്ട്. വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ വീട്ടിൽ അതേപോലെ ഒരു ഫാമിലി ടൈം മാം ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. കണ്ടിന്യൂ ചെയ്തു, ഹലോ, കണ്ടിന്യൂ ചെയ്തു. കേൾക്കാമോ? കേൾക്കാം മാം. മാം പറഞ്ഞ പോലെ ഫാമിലി ആയിട്ട് കൂടുതൽ ഇന്ററാക്ഷൻ വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ വീട്ടിൽ അതേപോലെ ഒരു ഫാമിലി ടൈം വെച്ചു കൃത്യമായിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ബോണ്ടിങ് വന്ന പോലെ തോന്നി. അപ്പൊ എനിക്കതൊരു നല്ല പിള്ളേരായിട്ട് നല്ല ഇന്ററാക്ഷനും അതേപോലെ ഒരു നല്ല കാര്യമായിട്ട് തോന്നി. അത് ഞാനൊന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഫാമിലി ടൈം നമ്മളൊരു വീട്ടില് കൂടുതലും കുട്ടികൾ വെർച്വൽ ഓട്ടിസം പോലത്തെ ഇതൊക്കെ കാണിക്കാറുണ്ടായിരുന്നു. പ്രോബ്ലംസ് കൂടുതലും വരാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഡിലേസ് വരാറുണ്ടായിരുന്നു. ഐ കോണ്ടാക്ട് തരാൻ പറ്റുന്നുണ്ടില്ല. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആക്കണേ, കാര്യം ടൈം. അപ്പൊ പറഞ്ഞോളൂ, നമ്മളിപ്പോ കുഴപ്പമില്ല. ഇത് അവോയ്ഡ് ചെയ്യാൻ പറയുന്ന ഏജ് എന്ന് പറയുന്നത് 5 yearsലായിരിക്കും. പിന്നെ ഏജിൽ വരുമ്പോൾ ഡിഫറെന്റ് സോഷ്യൽ മീഡിയ എങ്ങനെ യൂസ് ചെയ്യുന്നു, അങ്ങനത്തെ ഇഷ്യൂസ് നമ്മൾ എന്റെ ഒരു അഭിപ്രായത്തിൽ പാരന്റ്സ് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഇത് ഓക്കെയാണ് ഈ പറഞ്ഞ. പക്ഷെ അഡോളസെന്റ് കുട്ടികളുടെ അവരുടെ തന്നെ അവർക്ക് അവരുടെ എന്താ പറയാ ശരീരത്തിന്റെയും മാനസിക രീതിയുടെയും എല്ലാത്തിന്റെയും അത് കോപ്പപ്പ് ചെയ്യാൻ തന്നെ അവർ വളരെ ബുദ്ധിമുട്ടുന്ന സമയമാണ്. സ്ട്രെസ് ആൻഡ് സ്റ്റോമിന്റെ ഏജ് ആണ്. അപ്പോൾ ആ സമയത്ത് നമ്മള് അവരെ മനസ്സിലാക്കുക എന്ന് പറയണത് വലിയ കാര്യമാണ്. ഇഷ മാമിന്റെ ടോക്കിൽ ഒത്തിരി കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷനും കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. പിന്നെ അനസ് സാറിന്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എന്തൊക്കെ ചെയ്യാം, എത്ര നേരം യൂസ് ചെയ്യിക്കാം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വളരെ നല്ലതായിരുന്നു. ഇത്രയാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം. താങ്ക് യു സോ മച്ച്. ഹലോ, ഗുഡ് ഈവനിങ്. താങ്ക് യു മാം. നെക്സ്റ്റ്. ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ ഇഷ മാമിന്റെ ക്ലാസ് തൊട്ടാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നതേ. അപ്പോൾ ഇഷ മാമിന്റെ ക്ലാസ്സും അനസാറിന്റെ ക്ലാസ്സും കേട്ടിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ഞാൻ 10th ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഒരു 9 years ആയിട്ട് എടുക്കുന്നുണ്ട്, 10th ക്ലാസ് മാത്രം. അപ്പൊ എന്റെ ചെറിയൊരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. എന്റെ വീടിന്റെ മേലെ തന്നെ ക്ലാസ് റൂം സെറ്റ് ആക്കിയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഒരു 25ഓളം കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്, എല്ലാ സബ്ജക്റ്റും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ എല്ലാ ബാച്ചിലും നമുക്കൊരു 25ഓളം കുട്ടികളൊക്കെ വരാറുണ്ട്. അപ്പൊ എന്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട്, എങ്ങനെ ഈ കുട്ടികളൊക്കെ ഈ ടീനേജേഴ്സിനെ അഡോളസൻസിനൊക്കെ മാനേജ് ചെയ്യുന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോ എനിക്ക് ഇഷ മാം പറഞ്ഞ കാര്യങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പൊ ശരിക്കും അപ്പൊ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ മാനേജ് ചെയ്യാനല്ല ശ്രമിക്കേണ്ടത്, നമ്മൾ അവരെ മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. മാം പറഞ്ഞ പോലെ തന്നെ, ഇഷ മാം പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവരുടെ കൂട്ടത്തിലത്തെ ഒരാളായിട്ടാണ് ഇടപെടുക.
അതുപോലെ അവരുടെ ഭാഷയിൽ സംസാരിക്കും. അവർ പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കും. പിന്നെ ചെറിയൊരു പ്രോഗ്രസ് പോലും അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ അവരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കും. ഒരു കുട്ടിക്ക് അവരെ നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ടെന്ന് തോന്നുമ്പോഴാണ് അവര് നമ്മൾ പറയുന്നത് അനുസരിക്കുന്നതും നമ്മൾ പറയുന്നത് കേൾക്കാനൊക്കെ തയ്യാറാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇഷാമ്മ പറഞ്ഞ കാര്യങ്ങളോട് 100% എന്താ പറയാ, ഞാൻ യോജിക്കുന്നു. അപ്പൊ എന്റെ അടുത്ത് ചോദിക്കണവരോട് ഞാൻ ഈ ഒരു മറുപടി തന്നെയാണ് പറയാറ്. എങ്ങനെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോകണമെന്ന് ചോദിക്കും. ഇത്രയും കുട്ടികളെ ഒറ്റയ്ക്കെന്ന് ചോദിക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരുടെ മനസ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിപ്പിക്കണതും എളുപ്പമായിരിക്കും. അപ്പൊ നമ്മൾ അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് മാറാന്നുള്ളതാണ്. പലപ്പോഴും ഇവര് വീട്ടിൽ പാരന്റ്സിനോട് പറയാത്ത കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് പറയാറുണ്ട്. കാരണം ഞാൻ ഇവര് പറയണത് ശ്രദ്ധയോടുകൂടി കേൾക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്ന കൊണ്ടാണ്. അപ്പൊ അത് ഞാൻ യോജിക്കുന്നു. പിന്നെ ഈ സ്ക്രീൻ ടൈമിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അഡോൾസൻസിനെയൊക്കെ ഈ ടീനേജേഴ്സിനൊക്കെ കൺട്രോൾ ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അവർക്കൊക്കെ ഇപ്പൊ എല്ലാം സ്കൂളിൽ നിന്ന് നേരത്തെ മാം പറഞ്ഞ പോലെ തന്നെ ഒക്കെ ഫോണിലാണല്ലോ വരുന്നത്. അപ്പൊ അവര് നോക്കും. പിന്നെ നമ്മൾ അവരെ എന്താ പറയാ നിരന്തരം പറഞ്ഞ് അവരത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാൻ മെയിൻ ആയിട്ട് അവരോട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് ഈ ഫോൺ യൂസ് ചെയ്യുമ്പോഴും റീൽസ് കാണുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത് പ്ലഷറാണ്, അത് ടെമ്പററി ആണ്. പക്ഷെ നിങ്ങൾ പഠിച്ച് നല്ലൊരു ജോലി നേടി നല്ലൊരു പേഴ്സണായിട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഹാപ്പിനെസ് ആണ്, അത് പെർമനന്റ് ആണ്. അങ്ങനെ നമ്മൾ അവരത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് പറ്റുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. ഇനി നമുക്കൊരു 18 സെക്കൻഡ്സ് 10 സെക്കൻഡ്സ് എങ്ങാണ്ടേ ഉള്ളൂ. വൺ ക്യാൻ സ്പീക്ക്. തന്നെ എല്ലാ കുട്ടികൾക്കും അഭിമാനം പറഞ്ഞത് എല്ലാവരുടെയും ഒരു വലിയ കാര്യമാണ്. നമ്മൾ ശരിക്കും കുഞ്ഞു കുട്ടികളല്ലേ, അവർക്ക് അഭിമാനം ഉണ്ട്. നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവർ എന്ത് പറഞ്ഞാലും അവരുടെ ക്വാളിറ്റി ടൈം നമ്മൾ കൊടുത്തേ പറ്റൂ. അതെ. അപ്പൊ അവർക്ക് നമ്മൾ അവരെ ആ രീതിയിൽ നമ്മളുടെ മെയിൻ സ്ട്രീമിലോട്ട് എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മളെല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ട് ബ്രേക്ക്ഔട്ട് റൂമിൽ നിന്ന്. ഇവിടെ നമുക്ക് ബ്രേക്ക്ഔട്ട് റൂമിൽ പല കാര്യങ്ങളും വളരെ കുറച്ച് സമയമുണ്ടല്ലോ, ചിലപ്പോൾ 2-3 പേർക്ക് സംസാരിക്കാനൊക്കെ സമയം കിട്ടിയിട്ടുള്ളൂ. ക്ഷമിക്കുക, നമ്മുടെ സമയപരിമിതി മൂലം കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമുക്കറിയാം ഇത് വലിയൊരു ടോപ്പിക്കാണ്. നമ്മൾ ഒരു മണിക്കൂറുടെ വെബിനാറിലൊന്നും ഇത് തീരില്ല. ഇപ്പൊ നമുക്കുള്ളത് നമ്മൾ മെയിൻ റൂമിലുണ്ട്. 3 റൂമുകളിൽ നിന്നും ആശയങ്ങൾ ഓരോരുത്തർ പങ്കുവെച്ചിട്ടുണ്ട്. അപ്പൊ അവർ പങ്കുവെച്ചതിനെ കുറിച്ച് നമ്മുടെ പാനലിസ്റ്റുകൾ ഓരോരുത്തരും പറയുന്നതാണ് എന്തായിരുന്നു അവരുടെ ബ്രേക്ക്ഔട്ട് റൂമുകളിൽ സംഭവിച്ചെന്നുള്ളത്. ആദ്യമായിട്ട് ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ടു 3 പേർക്കുള്ള ആർക്ക് വേണമെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കാവുന്നതാണ്. ഇഷ മാം, ആയിഷ മാം, അനസ് സർ. ഓക്കെ, പറഞ്ഞോളൂ. ആരാണ് സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. സോറി, ഒരു മിനിറ്റ്. നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ടുള്ളൂ കേട്ടോ, 2-3 മിനിറ്റ്സോളെ. കാരണം ഓൾറെഡി നമ്മളിപ്പോൾ ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ വിത്തിൻ 2-3 മിനിറ്റ്സിനകം നിങ്ങളുടെ അവിടുന്ന് അഭിപ്രായങ്ങൾ കിട്ടിയത് പറയുക. നന്നായിട്ട് അഭിപ്രായം പറഞ്ഞ ആളെ മെൻഷൻ ചെയ്യുക. അഭിപ്രായം പറയാൻ ഒരു ചാൻസ് കിട്ടിയില്ലായിരുന്നേ. കുഴപ്പമില്ല, നമുക്ക് ഫീഡ്ബാക്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഓപ്പൺ ആണല്ലോ, അപ്പൊ നമുക്ക് അതിൽ പറയാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രൂപ്പ് ഓപ്പൺ ആയിരിക്കും. അപ്പൊ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് ഗ്രൂപ്പിലൂടെ. ഞാൻ പറഞ്ഞ സമയപരിമിതി മൂലമാണ്, വീണ്ടും പറയുന്നു, ക്ഷമിക്കുക. ഓക്കെ, ആയിഷ മാം തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ ഫസ്റ്റ്. നമ്മുടെ ഇപ്പോ ഒരാൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തില് ഫാമിലി ടൈം ആണ്. ഫാമിലി ടൈം അവർക്ക് കൊടുക്കാൻ പറ്റി, അവരുടെ ഫാമിലിയോടൊപ്പം എക്സ്പീരിയൻസ് ചെയ്ത്. പ്രായമായ ആളുടെ ഒരു മിനിറ്റ്. രാഷിദ മാം ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, ആയിഷ മാം കണ്ടിന്യൂ ചെയ്തോളൂ. താങ്ക് യു. നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് പറഞ്ഞത് ഇത് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് അവർ പറഞ്ഞത്. ഫാമിലി ബോണ്ടിങ് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ, ഇത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ പാരന്റ്സ് ഒരു വലിയ ഒരു ടാർഗറ്റ് പോലെ നമ്മൾ ഇതിനെ മാറ്റണം. എന്റെ ലൈഫ് എന്തിനാണ്, ഞാനൊരു പാരന്റ്സ് ആയത് എന്തിനാണ്, എന്റെ കുട്ടികളെ വേറൊരു വഴിയിലേക്ക് പോവാതിരിക്കാൻ ഞാനാണ് ഏറ്റവും വലിയൊരു പാത്ത് എന്ന് ഓരോ പാരന്റ്സും. അതിൽ നിന്ന് നമുക്കാണ് ഏറ്റവും ഹാപ്പിനെസ്. നമ്മുടെ കുട്ടികൾ എത്ര വലുതായാലും നമ്മളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും, നമ്മളോടൊപ്പം ഫുഡ് കഴിക്കാനും, നമ്മളോടൊപ്പം ഈവൻ കിടന്ന് കെട്ടിപ്പിടിക്കാൻ പോലും അവർ നമ്മളോട് ഒന്ന് ഹഗ് ചെയ്യാൻ പോലും അവർ നമ്മളോട് തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് നമുക്കാണ്. നമ്മൾ കുട്ടികളെ എന്താ പറയാ, നമ്മൾ യജമാനനായിട്ട് ഫോണിനെ യൂസ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കാം.
അപ്പം ഇവർ പറഞ്ഞിരിക്കുന്ന എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന ഈ ഫാമിലി ബോണ്ടിങ് ഒക്കെ അവർക്ക് കിട്ടും. രണ്ടാമത്തത് കുട്ടികളെ വളരെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു രണ്ടാമത്തത്. കുഞ്ഞു കുട്ടികളിലെ എങ്ങനെ കാർട്ടൂൺ കാണുമ്പം അവർക്കുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചു. ഇന്ന് ഞാൻ പലപ്പോഴും നമ്മൾ ഗസ്റ്റ് ആയിട്ട് പോകുമ്പോൾ ഒക്കെ അവർക്ക് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ഈവൻ നമ്മളെ അടുത്ത് ക്ലിനിക്കിൽ വരുന്ന സമയത്ത് കുട്ടികളെ മാറ്റി നിർത്തും. മൂത്ത ആൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിനോ അല്ല പാരന്റ്സോ വന്നതാണെങ്കിൽ ഫോൺ ഓൺ ആക്കിയിട്ടാണ് അവർ കൊടുക്കുന്നത്. കുട്ടികൾ ഈ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ അവർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്, വ്യക്തമായിട്ട് കുട്ടികളെ കളർ വളരെ അട്രാക്ട് ചെയ്യുന്ന ഇതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ ഡൈവേർട്ട് ചെയ്യാം. വലിയ കുട്ടികളാണ് നമുക്ക് വായന, സ്പോർട്സ് ഇതിലേക്കൊക്കെ നമ്മൾ മാറ്റുന്നത് പോലെ ഈ 1 വയസ്സിന്റെയും 5 വയസ്സിന്റെയും ഒക്കെ ഇടയിലുള്ള കുട്ടികൾക്ക് കണക്റ്റഡ് ആയിട്ടുള്ള അവർ ഇഷ്ടപ്പെടുന്ന ടോയ്സ് ആണെങ്കിൽ അങ്ങനെ, ഇനി അതല്ലെങ്കിൽ പിക്ചേഴ്സ് ആണെങ്കിൽ അങ്ങനെ, അവർ റിലേറ്റഡ് ആയിട്ടുള്ള അട്രാക്ഷൻ കളർ കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കും. അതൊരു ബേസിക് ആയിട്ട് ഒരു ഫൗണ്ടേഷൻ ആണ് അത് അവർക്ക് ആൽഫബറ്റിക്കിലൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. വേറെ ആള് പറഞ്ഞിരിക്കുന്നത് ക്വാളിറ്റി ടൈം ആണ്. എസ്പെഷ്യലി നമ്മുടെ കുട്ടികൾക്ക് എബ്രോഡിങ് പഠിക്കുന്ന കുട്ടികളൊക്കെ എബ്രോഡിങ്ങിലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിലും ഇനി വേറെ നമ്മളെ കൂടെയുള്ള കുട്ടികളാണെങ്കിലും ക്വാളിറ്റി ടൈം വളരെ ബെറ്റർ ആണ്. അത് നമ്മൾക്കും വേണം. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു ക്വാളിറ്റി ടൈം കണ്ടെത്തുമ്പോൾ വി ആർ സോ ലക്കി. നമ്മളാണ് ഏറ്റവും ഭാഗ്യവാന്മാര്. ബിക്കോസ് അവരുടെ ക്വാളിറ്റി ടൈം ആസ്വദിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് അതൊരു വലിയ കാര്യമാണ്. നമ്മുടെ ഫാമിലി ഇഷ്യൂസുകളും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളും നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് പിന്നെ നമ്മുടെ സമൂഹത്തിലേക്ക് പോകുന്നത്. ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ദിനംപ്രതി നമ്മുടെ പേപ്പറിലും ന്യൂസിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ വീട്ടിലാണ്. നല്ല ക്വാളിറ്റി ടൈം കുട്ടികൾക്ക് കൊടുക്കുക. നമ്മൾ പറഞ്ഞില്ലേ, ഒരു ടൈമും അതിന്റെ ക്വാളിറ്റിയും ഒക്കെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ലോകത്തിൽ നമുക്ക് അതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഇതിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല. വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കണം. ഞാൻ ഇന്ന് ഇനി വിഷ്വലൈസ് ചെയ്യണം, ഭാവനയിൽ കൊണ്ടുവരണം. നാളെ എന്റെ കുട്ടികളും ഞാനും തമ്മിലുള്ള ബോണ്ട് ഇങ്ങനെയാണ്. ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ക്വാളിറ്റി ടൈം കൊടുക്കാൻ വേണ്ടി അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രത്യേകം പറയുകയാണ്, കുട്ടികൾക്കിടയിലും പാരന്റ്സിനിടയിലും ക്വാളിറ്റി ടൈം ഉണ്ടായിരിക്കണം. അത് പ്രൊഡക്റ്റീവ് ആയിരിക്കണമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ടൈം മാത്രം കൊടുത്താൽ പോരാ. അപ്പൊ ഞാൻ എന്റെ കുട്ടികളെ വിളിക്കുന്നു, അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അതിൽ നാളെ ഔട്ട്പുട്ട് ഉണ്ടോ അത് നമ്മൾ നോട്ടീസ് ചെയ്യണം. എന്നിട്ട് അവരോടൊപ്പം താങ്ക് യു സോ മച്ച്. ഓക്കെ മാം, ആരാണ് ഫീഡ്ബാക്ക് പറഞ്ഞത്? നല്ല ഫീഡ്ബാക്ക് പറഞ്ഞത് മാമിന് പറയാവുന്നതാണ് പേര്, അല്ലെങ്കിൽ ചാറ്റ് റിസാർച്ച് സാറിന് പേഴ്സണൽ ചാറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇഷ മാമിന്റെ ടേൺ ആണ്. മാമിന് നിങ്ങളുടെ ബ്രേക്ക്ഔട്ട് റൂം നടന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ ക്രിസ്പായിട്ട് ഞാൻ വീണ്ടും പറയുന്നു. 4 പേരാണ് എന്റെ സംസാരിച്ചത്. അപ്പൊ ആ 4 പേര് സംസാരിച്ചതും ഏകദേശം ഒരേ പോയിന്റ് തന്നെയായിരുന്നു. അതായത് അതിൽ 3 പേര് സംസാരിച്ചത് ഒരേ പോയിന്റ് ആയിരുന്നു. ഒരാൾ കമ്മ്യൂണിക്കേഷനെ പറ്റി സജ്ന ആ ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ബാക്കി 3 പേരും ഒരേ കൺസേൺ ആണ്. എന്താന്ന് വെച്ചാൽ ഇത് വളരെ വലിയൊരു കൺസേൺ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്. ബിക്കോസ് ഇത് എങ്ങനെയാണ് സാധാരണ പാരന്റ്സിനെ ഇമ്പാർട്ട് ചെയ്യുന്നതെന്ന് അതിനകത്ത് ഒരു ചോദ്യം വന്നത്, എന്താ പറയുന്നത്, പാരന്റ്സ് പാരന്റ്സ് ഒരു വലിയ ലൈക്ക് ഓൾമോസ്റ്റ് എവ്രി വൺ ഹാസ് എ ഫോൺ, ആൻഡ്രോയിഡ് ഫോൺ ഉണ്ട്. പക്ഷെ ഇവര് കുറെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കുറെ അറിയുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇതൊന്ന് ശരിയായിട്ട് യൂസ് ചെയ്യാൻ കുട്ടികളോട് പറയാനോ ഒന്നും അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് എനിക്കുള്ള ഒരു ഉത്തരം എന്താന്ന് ചോദിച്ചാല്, ഈ നമ്മൾ TV കാണുന്നത് പോലെ തന്നെ ചിലര് ന്യൂസ് ചാനൽ കാണും, ചിലര് സ്പോർട്സ് കാണും, ചിലര് സീരിയൽ കാണും. ഈ സീരിയൽ കാണുന്നവരുടെ മൈൻഡ് സെറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എവ്രി വൺ വാച്ചസ് തിങ്സ് ദാറ്റ് ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ. അപ്പൊ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനം അവർക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനം ഒന്നും ഇവർക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ അതിനുള്ള ഇൻപുട്സ് കൊടുക്കുക, അതായത് അവർക്കൊരു എയിം സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്നിട്ട് അതിന്റെ ഒരു എന്താ പറയുന്നത്, ആ ബ്രൈറ്റ് സൈഡ് ഓഫ് ദി എയിമിന്റെ ഒരു ബ്രൈറ്റ് സൈഡ് അവരെ സ്വപ്നം കാണിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിലേക്കുള്ള ഇൻപുട്സ് കളക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ whenever you open the phone, ask them to collect the inputs towards your dream. അത് അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒന്ന് പാരന്റ്സ് തന്നെ ഹാപ്പി പീപ്പിൾ ആകുക. അപ്പൊ എഡ്യൂക്കേഷൻ ആക്ച്വലി കുറച്ചും കൂടി പല കമ്മ്യൂണിറ്റീസിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വിമൻസ് എഡ്യൂക്കേഷൻ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയാൽ, അതുപോലെ തന്നെ കുടുംബശ്രീ തലത്തിൽ ഒരാൾ പ്രഗ്നന്റ് ആവുമ്പോൾ തന്നെ, ഇത് ഗ്രൂപ്പ് മെമ്പേഴ്സ് പറഞ്ഞ കാര്യം തന്നെയാണ്, പ്രഗ്നന്റ് ആവുമ്പം തന്നെ കുടുംബശ്രീ വഴി ആശാ വർക്കേഴ്സ് വഴി അവർക്ക് വിശദമായിട്ടുള്ള ഈ ഒരു പാരന്റിങ്ങിലേക്കുള്ള ടിപ്സ് കൊടുക്കുക. കാരണം പാരന്റിങ് ടെക്നിക്സ് അറിയാതെ ഈ ഒരു ഈറയിൽ ആര് പാരന്റിങ്ങിലേക്ക് പോയാലും അത് ഫെയിലിയർ ആകുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവയർനെസ്, ഒരു മാസ് അവയർനെസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു അതായത് ഒരു
ഡിജിറ്റൽ ഏരിയയിൽ ക്വാളിറ്റി ടൈം ക്രിയേറ്റ് ചെയ്യാനോ എന്തിനാണെങ്കിലും അത് കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. വളരെ എഫക്റ്റീവായിട്ടാണ് നാലാളും പറഞ്ഞത്. എനിക്ക് സത്യം പറഞ്ഞ ഒരു ബെസ്റ്റ് സ്പീക്കർ എന്ന് പറഞ്ഞ ഒരാളെ തെരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ മാം, നമുക്ക് ഓക്കെ മനസ്സിലാവുന്നുണ്ട് മാമിന്. ഓക്കെ, Everyone's response was nice. I was impressed. നല്ല റെസ്പോൺസ് ആയിരുന്നു. വെരി ഹാപ്പി ആൻഡ് വെരി ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു മാം. നമുക്ക് അനസ് സാറിലോട്ടൊന്ന് പോവാം. അനസ് സാർ. ഹലോ മാഡം. ഓക്കെ, സാറിന് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ പോയിന്റിൽ 3 പേരാണ് സംസാരിച്ചിട്ടുള്ളത്. അംബിക മാമും ആദ്ര മാമും അതുപോലെ തന്നെ റഷീദ മാമും. 3 പേരും അവരുടേതായിട്ടുള്ള രീതിയിൽ പോയിന്റുകൾ ഇവിടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 പേരും വളരെ മനോഹരമായ രീതിയിലാണ് അവതരിപ്പിച്ചത്. ചില സമയത്തിന്റെ പ്രശ്നം കൊണ്ട് മാത്രം ചിലർക്ക് പോയിന്റുകൾ ചില രീതിയിലൊന്ന് കുറഞ്ഞു പോയി. പക്ഷെ അവർ സംസാരിച്ചപ്പോൾ അവർക്കുള്ളിലെ പോയിന്റുകൾ ഒരുപാടുണ്ട്. ഇനിയും കൂടുതൽ സമയം കിട്ടിയായിരുന്നെങ്കിൽ അവർ ഒരുപാട് പോയിന്റുകൾ ആഡ് ഓൺ ചെയ്തേനെ. അംബിക മാം അതുപോലെ തന്നെ കറക്റ്റ് ഫീഡ്ബാക്കുകളെ പറ്റി കൃത്യമായിട്ട് രീതിയിൽ സംസാരിച്ചു. അതുപോലെ തന്നെ ലവ് സപ്പോർട്ട് കൊടുക്കാനും അതുപോലെ തന്നെ കുട്ടികളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന്റെ കാര്യങ്ങളും വ്യക്തമാക്കി തന്നു. പിന്നെ ആദ്ര മാം സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി, ഈ ഒരു ഡിജിറ്റൽ വെൽനസ്സുമായിട്ട് ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റി സംസാരിച്ചു. പിന്നെ ഫേക്ക് ന്യൂസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ആദ്ര മാം സൂചിപ്പിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഈ ഡിജിറ്റൽ ഉപയോഗിച്ചിട്ട് തന്നെ പല രീതിയിലുള്ള അഡ്വർടൈസ്മെന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റുകളൊക്കെ ഇതിനെ പോസിറ്റീവായ രീതിയിൽ കണ്ടുകൊണ്ട് യൂസ് ചെയ്യുന്നതിന്റെ പ്രാധാന്യവും ആദ്ര മാം വളരെ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞു. പിന്നെ റഷീദ മാമും അതുപോലെ തന്നെ 5 വയസ്സ് വരെ നമ്മൾ കണക്കുകൾ പ്രകാരം ഇങ്ങനെയൊക്കെയാണ് എങ്കിലും മാക്സിമം 5 വയസ്സ് വരെയും ഫോൺ യൂസ് ചെയ്യാതിരിക്കുക അല്ലെ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്ര മാം ആഡ് ഓൺ ചെയ്തത്. റഷീദ മാം ആഡ് ഓൺ ചെയ്തത്. ഇപ്പൊ 5 വയസ്സെന്നല്ലേ നമ്മൾ കുറച്ചും കൂടെ ഒരു 3 വയസ്സെങ്കിലും നമുക്ക് പിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബിഹേവിയർ തെറാപ്പി പോലുള്ള പല തെറാപ്പികൾ യൂസ് ചെയ്തിട്ട് ഇത് മാറ്റാൻ പറ്റും എന്ന് ഒരു സജഷൻസും റഷീദ മാം തന്നു. പിന്നെ ലാംഗ്വേജ് ഡിലേ വരുന്നതും പല അനുഭവത്തിൽ നിന്ന് തന്നെ പല രീതിയിലുള്ള ലാംഗ്വേജ് ഡിലേകൾ സംഭവിക്കുന്ന കാര്യവും ഞാൻ സൂചിപ്പിച്ചു. കാർട്ടൂൺ പോലുള്ള പല നെറ്റ്വർക്ക് കാർട്ടൂൺസ് കാണുന്നത് കൊണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന പ്രോബ്ലംസും റഷീദ മാം എടുത്തു പറഞ്ഞു. ഓവറോൾ മെയിൻ കണ്ടന്റ്, നല്ല കണ്ടന്റുകളൊക്കെയാണ് വാച്ച് ചെയ്യേണ്ടതെന്ന് റഷീദ മാം ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ആ ഒരു ടോപ്പിക്ക് ആ ഒരു സമയത്ത് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും വളരെ നല്ല രീതിയിലാണ് ഈ പോയിന്റുകൾ സൂചിപ്പിച്ചത്. അവരുടെ സമയത്തിനനുസരിച്ച് മാത്രം കുറച്ച് ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ 3 പേർക്കും പോയിന്റുകളുടെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പിന്നെ എന്തായാലും ഞാൻ ജേക്കബ് സാറിന് ഞാൻ എൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ട്. ജേക്കബ് സാർ എന്തായാലും അതിനകത്ത് അറിയിക്കും. ഓക്കെ, താങ്ക് യു. ഫീഡ്ബാക്ക് അറിയിച്ചതിലും പോയിന്റ് ആഡ് ഓൺ ചെയ്തതിലും എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഓക്കെ, നമ്മുടെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ ഇത് തുടക്കം മാത്രമാണ്. നമുക്കറിയാം, റീകണക്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തിരികെ കണക്ട് ചെയ്യാനുള്ള ഒരു അവസരമായിരിക്കട്ടെ ഈ ഒരു ചർച്ച. അപ്പോൾ നമുക്ക് ഇന്നത്തെ സമയപരിമിതി മൂലം എല്ലാ സ്പീക്കേഴ്സിനും നന്ദി പറയുന്നു. അതോടൊപ്പം പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി പറയുന്നു. ഞാൻ വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് റസാഖ് സാറിന്, ആതിര മാം ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു റസാഖ് സാറിന് ഞാൻ മൈക്ക് കൈമാറിയാണ്. റസാഖ് സാർ. ഓക്കെ, ഹലോ. ആദ്യമായിട്ട് ഈ ഒരു സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ഒരു പാനൽ ഡിസ്കഷൻ സെക്ഷൻ വളരെ മനോഹരമായിട്ട് ലീഡ് ചെയ്ത ഇന്നത്തെ മോഡറേറ്റർ രശ്മി മാമിന് നമ്മുടെ ട്രാൻസ്ഫർ ഗ്രൂപ്പിൻ്റെ പേരിൽ ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. എന്തുകൊണ്ടും വളരെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വളരെ ഭംഗിയായിട്ട് നമ്മുടെ സെഷൻ ഇന്ന് മനോഹരമാക്കിയ നമ്മുടെ 3 പാനലുകൾ ഓരോരുത്തരും ഒന്നിനേക്കാളും മെച്ചം എന്ന് പറയേണ്ട രീതിയിലല്ല, പറയാൻ പറ്റില്ല ആരാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത്. എല്ലാവരും നന്നായിട്ട് തന്നെ ആ ഒരു ടോപ്പിക്ക് ഇതിൻ്റെ എല്ലാവിധ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു സെഷനായിരുന്നു ഇന്നത്തെ. ആയിഷ മാം, അതുപോലെ തന്നെ ഇഷ മാം, അനസ് സാർ, സത്യത്തിൽ ഞങ്ങൾക്ക് എന്താ പറയുക, പിന്നെ ഒരു ബിരിയാണി തന്നിട്ട് തീർത്ത് കഴിക്കാണ്ട് പോയ ഒരു ഫീലിംഗ് ആണിപ്പോൾ. തീർച്ചയായിട്ടും നിങ്ങളുടെ 3 പേരുടെയും ഒരു ഇനിയും നമ്മുടെ ഗ്രൂപ്പിന് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാകും. തീർച്ചയായിട്ടും ഞങ്ങൾ വീണ്ടും നിങ്ങളെ വിളിക്കും. കാരണം ഞങ്ങൾക്ക് അത് കഴിച്ചു മതിയായിട്ടില്ല, അങ്ങനെ തന്നെ പറയാം. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഈ നമ്മുടെ ബ്രേക്ക്ഔട്ട് റൂമിൽ വന്ന് എല്ലാ ഫീഡ്ബാക്കുകളും പിന്നെ ഒപ്പീനിയൻസൊക്കെ പറഞ്ഞ നമ്മുടെ ടീം മെമ്പർ ബാക്കിയുള്ള എല്ലാ പാർട്ടിസിപ്പൻറ്റിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.
അപ്പോൾ നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഒരിക്കൽ കൂടി എത്ര നന്ദി പറഞ്ഞാലും മതിയാകുന്നില്ല, എങ്കിലും ഇനിയും കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി താങ്ക് യു സോ മച്ച്. ഇങ്ങനെ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. കുറച്ച് ലേറ്റായി പോയി, ക്ഷമിക്കണം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you. Good night. Thank you all. Good night. Thank you. Thanks, everyone. Thank you, sir. Thank you and good night. Good night. Thank you.